ഹലോ എവരിവൺ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയ ആണ്. ഹൗ ടു സോൾവ് സിലോജിസം പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ ആർഗ്യുമെന്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് തരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഇൻഫറൻസുകൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. എന്താണ് ആർഗ്യുമെന്റ്? ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റുകൾ ഒരുമിച്ച് ഒന്നോ രണ്ടോ മൂന്നോ, നോർമലി രണ്ട് പ്രമിസുകളും ഒരു കൺക്ലൂഷനും ചേരുന്നതാണ് ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു സിലോജിസം എന്ന് ഓർക്കുക. ഓക്കെ, അപ്പൊ അത്തരത്തില് സിലോജിസം തന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാക്കി തരാം. സിലോജിസം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഫൈനലി കൺക്ലൂഷനുകൾ എടുക്കേണ്ടത് എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഒന്ന്, വെൻ ഡയഗ്രം വരച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. വെൻ ഡയഗ്രം വരച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. എന്നാൽ അനലിറ്റിക്കൽ മെത്തേഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അതുകൂടാതെ അനലിറ്റിക്കൽ മെത്തേഡ് അറിയില്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് വിൽ സ്റ്റാർട്ട് വിത്ത് എനിവേ വി വിൽ സ്റ്റാർട്ട് വിത്ത് അനലിറ്റിക്കൽ മെത്തേഡ്. അനലിറ്റിക്കൽ മെത്തേഡാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നാൽ കൂടിയും ഒരു കാര്യം, രണ്ട് മൂന്ന് പോയിന്റുകൾ അഡീഷണലി പറയാം. എന്താണ് ഒരു സിലോജിസം? സിലോജിസം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രമിസും ഒരു കൺക്ലൂഷനും ചേരുന്ന ആർഗ്യുമെന്റുകളെയാണ് നമ്മൾ സിലോജിസം എന്ന് പറയുന്നത്. ലൈക്ക് ഓൾ സി, നമ്മൾ ഇങ്ങനെ എഴുതുവാണ്, ഓൾ cats are dogs. All dogs are mammal. Therefore, all cats are mammal. ഇങ്ങനെ നമ്മളൊരു രണ്ട്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. കൺക്ലൂഷനിലേക്ക് നമ്മളെ നയിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. ഇവയാണ് നമ്മുടെ പ്രമിസസ്. ദെൻ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു കൺക്ലൂഷൻ, അതിൽ നിന്ന് നമ്മൾ എന്താണോ ഇൻഫർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്തരത്തില് രണ്ട് പ്രമിസുകൾ ദെൻ ഒരു കൺക്ലൂഷൻ വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ സിലോജിസം എന്ന് പറയുന്നത്. സിലോജിസത്തിൽ പിന്നെ ഓർക്കേണ്ടത്, നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മേജർ ടേം എന്താണ്, മൈനർ ടേം എന്താണ്, മിഡിൽ ടേം എന്താണ്. മേജർ ടേം എന്ന് പറഞ്ഞാൽ കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ്. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടേമാണ് മാമൽ. ഇതാണ് നമ്മളുടെ മേജർ ടേം. ഓക്കെ, ദെൻ ഈ മേജർ ടേം വരുന്ന പ്രമിസിനെ, മേജർ ടേം ഏത് പ്രമിസിലാണ് വന്നിരിക്കുന്നത്, ഒന്നാമത്തേലാണോ രണ്ടാമത്തേലാണോ നോക്കുക. മാമൽസ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ പ്രമിസിലാണ്. സോ രണ്ടാമത്തെ പ്രമിസ് ആണ് നമ്മളുടെ എന്ത്, മേജർ പ്രമിസ്. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്, കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ് മേജർ ടേം. മേജർ ടേം വന്നിരിക്കുന്ന പ്രമിസിനെ നമ്മൾ മേജർ പ്രമിസ് എന്ന് പറയും. കൺക്ലൂഷന്റെ സബ്ജക്റ്റ്, ഇവിടെ ഏതാ കൺക്ലൂഷൻ സബ്ജക്റ്റ്? ക്യാറ്റ് ആണ്. കണ്ടോ, കൺക്ലൂഷൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്യാറ്റ് ആണ്. അതാണ് നമ്മളുടെ മൈനർ ടേം. ഓക്കെ, ആ മൈനർ ടേം വന്നിരിക്കുന്നത് ഏത് പ്രമിസിലാ? ക്യാറ്റ് വന്നിരിക്കുന്ന ആദ്യത്തെ പ്രമിസിലാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? മൈനർ പ്രമിസ് എന്ന് വിളിക്കും. ഓക്കെ, കൺക്ലൂഷനിൽ വരാതെ രണ്ട് പ്രമിസിൽ റിപ്പീറ്റ് ചെയ്ത ടേം ഏതാണെന്ന് നോക്കുക. കൺക്ലൂഷനിൽ വന്നിട്ടില്ല, എന്നാൽ രണ്ട് പ്രമിസിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മൾക്ക് കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത ആ ടേം, ലിങ്ക് ക്രിയേറ്റ് ചെയ്ത ടേം ആണ് ഏതാ? ഡോഗ്സ്. കണ്ടോ, ഈ ഡോഗ്സ് ആണ് നമ്മളുടെ എന്ത്, മിഡിൽ ടേം. ഹേതു എന്നും പറയും. ഹേതു, ഇന്ത്യൻ ലോജിക്ക് പ്രകാരം ഹേതു എന്നും വിളിക്കും. മിഡിൽ ടേം ആണ് കേട്ടോ. സോ ഇത് ലാസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെന്ന് മാത്രം, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അത് വെച്ചുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് സോൾവിങ് സിലോജിസത്തിലേക്ക് വരാൻ. വെൻ ഡയഗ്രം എളുപ്പമാണ്, എന്നാൽ അനലിറ്റിക്കൽ മെത്തേഡ് ഇസ് എ മസ്റ്റ് നോ. ഒരു കാരണവശാലും അനലിറ്റിക്കൽ മെത്തേഡ് അറിയാതെ വെൻ ഡയഗ്രം മാത്രം വെച്ചിട്ട് ഒരു എക്സാം അറ്റൻഡ് ചെയ്യരുത്. എന്തൊക്കെ കൊണ്ടാണെന്നെല്ലാം നമുക്ക് കാണാം.
ആദ്യമായിട്ട് അനലിറ്റിക്കൽ മെത്തേഡിലേക്ക് വരുമ്പോൾ രണ്ട് സ്റ്റേജുകളുണ്ട്. ഒന്ന് ഇമ്മീഡിയറ്റ് ഇൻഫറൻസും രണ്ട് മീഡിയറ്റ് ഇൻഫറൻസും. അങ്ങനെ തന്നെ ഓർക്കുക, രണ്ട് സ്റ്റേജുകളാണ്. ഒന്ന് തന്നിരിക്കുന്ന സിലോസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്താണെന്നും, രണ്ടാമതായിട്ട് അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന മീഡിയറ്റ് ഇൻഫറൻസ് ഏതാണെന്ന് നോക്കുന്നു. ഓക്കെ, ഇതാണ് ഡിഡക്റ്റീവ് ഇൻഫറൻസ്. രണ്ട് രീതിയിലാണെന്ന് ഓർക്കണം, ഇമ്മീഡിയറ്റ് ഇൻഫറൻസും അതേപോലെ തന്നെ മീഡിയറ്റ് ഇൻഫറൻസും. സോ വാട്ട് ഈസ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്? രണ്ട് ഇമ്പോർട്ടൻറ്റ് കേസസ് ആണ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസിലുള്ളത്. അതോടൊപ്പം പറയാം, ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എടുക്കുന്നത് ഓരോ പ്രെമിസുകളിൽ നിന്നുമാണ്. ഓക്കെ, അതായത് ഓരോ പ്രപ്പോസിഷനുകളിൽ നിന്നും. ഇതിനകത്ത് ഏതൊക്കെയാ പ്രപ്പോസിഷൻസ്? ഈ എക്സാമ്പിളിൽ ഓൾ ക്യാറ്റ്സ് ആർ ഡോഗ്സ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ആണ്. ഇതിൽ നിന്നും നമുക്ക് ഒരു ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എടുക്കാം. അതേപോലെ തന്നെ ഓൾ ഡോഗ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന മറ്റൊരു പ്രപ്പോസിഷൻ ആണ്. അതിൽ നിന്നും വീണ്ടും ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എടുക്കാം. ദെൻ ഓൾ ക്യാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന കൺക്ലൂഷൻ ഒരു പ്രപ്പോസിഷൻ ആണ്. അതിൽ നിന്നും ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എടുക്കാം. അപ്പൊ അത്തരത്തില് നമുക്ക് തന്നിരിക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഒരു പ്രപ്പോസിഷൻ ആണ്. ഓരോ പ്രപ്പോസിഷനും നമ്മൾ എടുക്കുന്ന കൺക്ലൂഷനെയാണ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. സോ ദി കൺക്ലൂഷൻ ഈസ് ഡ്രോൺ ഓൺലി ഫ്രം വൺ ഗീവൺ പ്രപ്പോസിഷൻ അറ്റ് എ ടൈം. ഏതെങ്കിലും ഒരു പ്രപ്പോസിഷനും നമ്മൾ എടുക്കുന്ന കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ടു ഇമ്പോർട്ടൻറ്റ് കേസസ് ആദ്യം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് യെസ് കമന്റ് ചെയ്തേക്കണേ, പറ്റുന്നുണ്ടെങ്കിൽ, കിട്ടുന്നുണ്ടെങ്കിൽ. കിട്ടാതെ വരുവാണെങ്കിലും പറയണം. ഇതൊരു സീക്വൻഷ്യൽ ഓർഡറിൽ നമുക്ക് പോകണം. ഓരോ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. നമ്മള് ആദ്യം പറഞ്ഞത് നമ്മള് സിലോജിസം പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റേജുകളിലൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ഇൻഫറൻസും ദെൻ കംസ് മീഡിയറ്റ് ഇൻഫറൻസ്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. ഓരോ പ്രപ്പോസിഷനിൽ നിന്നും നമ്മൾ കൺക്ലൂഷൻ എടുക്കും. അതാണ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്. ഓരോ പ്രപ്പോസിഷൻ എടുക്കുന്നു, പ്രപ്പോസിഷനുകളിൽ നിന്നും കൺക്ലൂഷൻ പോകുന്നു. ഹലോ, കമന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അവിടുത്തെ ഇഷ്യൂ ആയിരിക്കും മിസ്സേ, കുഴപ്പമില്ല. ശരി, അപ്പൊ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് രണ്ട് രീതിയിലൂടെ നോക്കുക കേട്ടോ. ഒന്നാമത്തത് ബൈ ഇംപ്ലിക്കേഷൻ, രണ്ടാമത്തത് ബൈ കൺവേർഷൻ. ഇങ്ങനെ തന്നെ മനസ്സിൽ വെച്ചേക്കണം. ഇമ്മീഡിയറ്റ് ഇൻഫറൻസിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് ബൈ ഇംപ്ലിക്കേഷൻ ആണ്. ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ if a given proposition is A type, then it is also implies that I type conclusion must be true. പ്രപ്പോസിഷൻ എ ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പാണ്? എങ്ങനെയാ വരുന്നത്? ഓൾ അല്ലേ? ഓൾ ചെയർസ് ആർ ടേബിൾ, ഇത് എ ടൈപ്പ് ആണ്. അതായത് എല്ലാ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ആണ്, എല്ലാ ചെയറും ടേബിൾ ആണ് എന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ അതിനെ നമുക്ക് എ ടൈപ്പ് എന്ന് വിളിക്കാം. എ ടൈപ്പ് ആണെങ്കിൽ എന്താണ്? അതിന്റെ പെർട്ടിക്കുലർ ടൈപ്പ് ആയിട്ടുള്ള ഐ ടൈപ്പ് ട്രൂ ആയിരിക്കും. സം ചെയർസ് ആർ ടേബിൾ എന്ന് പറയുന്നത് ഫോളോ ചെയ്യും. ഓക്കെ, ഓൾ ചെയർസ് ആർ ടേബിൾ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ സം ചെയർസ് ആർ ടേബിൾ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അതേപോലെ ഈ ടൈപ്പ് ആണെങ്കിൽ, ഈ ടൈപ്പ് എന്താ? നോ ചെയർ ഈസ് ടേബിൾ എന്നുള്ളത് ഈ ടൈപ്പ് ആണല്ലോ. ഈ ടൈപ്പിന്റെ പെർട്ടിക്കുലർ ആണ് ഓ ടൈപ്പ്. അതായത് നോ ചെയർ ഈസ് ടേബിൾ എന്നുള്ള ഈ ടൈപ്പ് ട്രൂ ആണെങ്കിൽ സം ചെയർസ് ആർ നോട്ട് ടേബിൾസ്, കുറച്ച് ചെയർസ് ടേബിൾ അല്ല എന്ന് പറയുന്ന ഓ ടൈപ്പ് ട്രൂ ആയിരിക്കും. ഇതാണ് ബൈ ഇംപ്ലിക്കേഷൻ. ഇപ്പൊ എന്തോർക്കണം? എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആണ്. ഓൾ ചെയർസ് ആർ ടേബിൾ എന്നുള്ള രീതിയിലുള്ള എ ടൈപ്പ് ട്രൂ ആണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള, അതായത് പെർട്ടിക്കുലർ പോസിറ്റീവ് ആയിട്ടുള്ള സം ചെയർസ് ആർ ടേബിൾ എന്നുള്ള അത് ഫോളോ ചെയ്യും. അതേപോലെ നോ ചെയർ ഈസ് ടേബിൾ ഈ ടൈപ്പ് ട്രൂ ആണെങ്കിൽ അതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സം ചെയർസ് ആർ നോട്ട് ടേബിൾ എന്നുള്ള ഓ ടൈപ്പ് ട്രൂ ആയിരിക്കും. മനസ്സിലായോ? എന്തുകൊണ്ട് ഇവിടെ വരുമ്പോൾ പല ആളുകൾക്കും പലപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയത്? എല്ലാ ചെയറും ടേബിൾ ആണെന്ന് പറഞ്ഞു. എല്ലാ ചെയറും ടേബിൾ ആണെന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ചെയർ എടുത്തു കഴിഞ്ഞാൽ അതും ടേബിൾ ആയിരിക്കില്ലേ? ഇതാണ് ലോജിക്. എല്ലാ ചെയറും ടേബിൾ ആണെങ്കിൽ
അതിൽ നിന്ന് എടുക്കുന്ന കുറച്ച് ചെയറുകൾ സം ചെയർസ് വിൽ ബി ടേബിൾസ്. സം ചെയർസ് ആർ ടേബിൾസ്. അതാണ് അതിന്റെ ലോജിക്ക് വരേണ്ടത്. അതേപോലെ നോ ചെയർ ഈസ് ടേബിൾ, ഒരു ചെയറും ടേബിൾ അല്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെയർ എടുത്തു കഴിഞ്ഞാൽ സം ചെയർസ് ആർ നോട്ട് ടേബിൾ, അതും വാലിഡ് ആണ്. ഓക്കെ, ഇതാണ് ബൈ ഇംപ്ലിക്കേഷൻ ഒന്നാമത്തെ റൂൾ. പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമാണ്. ബൈ ഇംപ്ലിക്കേഷൻ ഓർക്കുക. ഇനി രണ്ടാമത്തത് ബൈ കൺവേർഷൻ ആണ്. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റൂളുണ്ട്. അതായത് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എഴുതിയത് ഓൾ ചെയർസ് ആർ ടേബിൾ എന്നല്ലേ. ഓൾ ചെയർസ് ആർ ടേബിളിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും? കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ആയിട്ട് മാറണം, പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറണം, അത്രേ ഉള്ളൂ. അതായത് ചെയർ എൻഡിൽ വരണം, ടേബിൾ സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരണം. അങ്ങനെ എഴുതുന്നതിനെയാണ് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ആ കൺവേർട്ട് ചെയ്യുമ്പോൾ വാലിഡ് കൺവേർഷൻ ഈസ് എ വാലിഡ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഐ ടൈപ്പ് ആയിട്ടാണ്. ഇപ്പൊ എ ടൈപ്പ് ഓൾ ചെയർസ് ആർ ടേബിൾ എന്നാണ് എ ടൈപ്പ് അല്ലെ. അപ്പൊ അതിന്റെ വാലിഡ് കൺവേർഷൻ എന്തായിരിക്കും? വാലിഡ് കൺവേർഷൻ എന്തായിരിക്കും? ഓൾ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ആയിട്ട് മാറണം, പ്രെഡിക്കേറ്റ് സബ്ജക്റ്റും ആയിട്ട് മാറണം. ഓൾ എന്നുള്ളത് മാറിയിട്ട് എന്താകും? സം ആകും. ഐ ടൈപ്പ് അല്ലേ. സം ടേബിൾ ആർ ചെയർസ്. സം ടേബിൾ ആർ ചെയർസ്, ഇത് വാലിഡ് ആണ്. ഓക്കെ, സോ എ ടൈപ്പ് ആണെങ്കിൽ അതിന്റെ കൺവേർട്ട് ചെയ്യാവുന്നത് ഐ ടൈപ്പ് ആയിട്ടാണ്. ഐ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിനെ പ്രെഡിക്കേറ്റ് ആക്കുക, പ്രെഡിക്കേറ്റിനെ സബ്ജക്റ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇനി ഈ ടൈപ്പ് ആണെങ്കിൽ ഈ ടൈപ്പിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. അതായത് നോ ചെയർ ആർ ടേബിൾ എന്നുള്ളതിന് തുല്യമാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നോ ചെയർ ആർ ടേബിളിന് തുല്യം തന്നെയല്ലേ നോ ടേബിൾ ആർ ചെയർ. ഒരു ചെയറും ടേബിൾ അല്ല എന്ന് പറയുമ്പോൾ ഒരു ടേബിളും ചെയറും അല്ല. ദാറ്റ്സ് ഇറ്റ്. ആ ഒരു ലോജിക്ക് വെച്ചുകൊണ്ടാണ് ഈ ടൈപ്പിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നത് ഈ ടൈപ്പിലേക്ക് തന്നെയാണ്. ഇനി ഐ ടൈപ്പ് ആണെങ്കിൽ സം ചെയർസ് ആർ ടേബിൾ എന്നുള്ള ഐ ടൈപ്പ് ആണെങ്കിൽ ഐ ടൈപ്പിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഐ ടൈപ്പിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം, വേറൊരു ഓപ്ഷൻ ഇല്ല. ഐയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. സം ടേബിൾ ആർ ചെയർസ് എഴുതാം. സം ചെയർസ് ആർ ടേബിളിനെ മാറ്റിയിട്ട് സം ടേബിൾ ആർ ചെയർസ് എഴുതാം. ഓക്കെ, ഇനി ഓ ടൈപ്പ് ആണെങ്കിൽ ഓ ടൈപ്പിന് there is no conversion. ഓ ടൈപ്പിന് there is no conversion. ഈ കൺവേർഷൻ ടേബിൾ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടു കാണും, അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ഓ ടൈപ്പിന്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ട ഒരു വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആവുന്നത്. അതിനകത്ത് എ ടൈപ്പ് ആണെങ്കിൽ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഇ ടൈപ്പ് ആണെങ്കിൽ ഇയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം, ഐ ടൈപ്പ് ആണെങ്കിൽ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഓ ടൈപ്പ് ആണെങ്കിൽ വേറെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഓ ടൈപ്പിന് there is no conversion എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. മനസ്സിലായോ? അപ്പോ രണ്ടും ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമതായിട്ട് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ബൈ ഇംപ്ലിക്കേഷൻ ഓർക്കണം. ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓൾ ട്രൂ ആണെങ്കിൽ സം ട്രൂ ആണ് എന്നുള്ളതാണ് ഇംപ്ലിക്കേഷൻ. ഓൾ ചെയർസ് ആർ ടേബിൾ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ സം ചെയർസ് ആർ ടേബിൾ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. നോ ചെയർ ഈസ് ടേബിൾ എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ സം ചെയർസ് ആർ നോട്ട് ടേബിൾ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. എ ട്രൂ ആണെങ്കിൽ ഐ ട്രൂ ആണ്, ഇ ട്രൂ ആണെങ്കിൽ ഓ ട്രൂ ആണ്. ഇനി രണ്ടാമതായിട്ട് കൺവേർഷനിലേക്ക് വരുമ്പോൾ കൺവേർഷന്റെ റൂൾസ് ഓർക്കുക. എയെ കൺവേർട്ട് ചെയ്യാവുന്നത് ഐ ആയിട്ടാണ്, ഐയെ കൺവേർട്ട് ചെയ്യാവുന്നത് ഐ ആയിട്ടാണ്, ഇയെ കൺവേർട്ട് ചെയ്യാവുന്നത് ഇ ആയിട്ടാണ്. then ഓയ്ക്ക് there is no conversion. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ശരി, അപ്പൊ ജസ്റ്റ് നോക്കിയേ. ഫോർ എക്സാമ്പിൾ, what can be concluded from the given statement some men are honest? Which of the following are true? Some men are honest എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സം men are honest നിന്ന് നമുക്ക് എടുക്കാവുന്ന കൺക്ലൂഷൻ എന്താണ്? Some honest people are not men, so all honest people are not men. Some honest people are men, none of the above. What do you think?
സം മെൻ ആർ ഓണസ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സം മെൻ ആർ ഓണസ്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ എടുക്കാവുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ഏതാന്ന് ചിന്തിച്ചു നോക്കുക. സമ്മിൽ നിന്നും, സം ആയതുകൊണ്ട് ഇംപ്ലിക്കേഷൻ ഉണ്ടോ? ഇംപ്ലിക്കേഷൻ വരണമെങ്കിൽ ഏതാ? ഓൾ ആയിരിക്കണം. ഓൾ ആണെങ്കിൽ സം ട്രൂ ആണെന്നുള്ളതാണ് ഇംപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സം ആണ്, ഇംപ്ലിക്കേഷൻ ഇസ് നോട്ട് ദയർ. പിന്നെ ഉള്ളത് എന്താ? പിന്നെ ഉള്ളത് കൺവേർഷൻ ആണ്. കൺവേർഷൻ പോസിബിൾ ആണോ എന്ന് ചിന്തിക്കുക. സം മെൻ ആർ ഓണസ്റ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണ്? ഐ ടൈപ്പ് ആണ്, റൈറ്റ്? ഐ ടൈപ്പ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന എന്തിലേക്കാണ്? ഐ ടൈപ്പ് ആണെങ്കിൽ ഐയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം. ദിസ് ഇസ് അവർ റൂൾ. സം മെൻ ആർ ഓണസ്റ്റിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സം ഓണസ്റ്റ് മെന്നോ, എന്താണ് പീപ്പിളോ, അങ്ങനെ എന്തുവേണം ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. സം ഓണസ്റ്റ് ആർ മെൻ എന്ന് വരണം. സം ഓണസ്റ്റ് ആർ മെന്നിന് മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ആണ് സം ഓണസ്റ്റ് പീപ്പിൾ ആർ മെൻ. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ യെസ് പറയൂ. ഓക്കെ. ഓക്കെ, ശരി. സി ട്രൈ ദിസ്. അങ്ങനെയാണെങ്കിൽ all politicians are liars. All politicians are liars എന്നൊരു സ്റ്റേറ്റ്മെന്റ് തരുവാണ്. ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസുകൾ ഒന്ന് പറയാമോ? ഫസ്റ്റ് വൺ എന്തായിരിക്കും? ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്. ഒന്നാമതായിട്ട് എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ബൈ ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇത് എ ടൈപ്പ് ആണെങ്കിൽ എ ടൈപ്പിന്റെ ഇംപ്ലിക്കേഷൻ എന്താ? എ ടൈപ്പിനെ നമുക്ക് ഐ ടൈപ്പ് ട്രൂ ആണെന്ന് എഴുതാം. ഓക്കെ, സോ ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് ട്രൂ ആണെങ്കിൽ ഏത് ട്രൂ ആയിരിക്കും? നിങ്ങൾ ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യൂ. ഓൾ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്നുള്ളത് ട്രൂ ആണെങ്കിൽ എന്ത് ട്രൂ ആവണം? അതിന്റെ ഐ ടൈപ്പ് ആയിട്ടുള്ള സം പൊളിറ്റീഷ്യൻസ് ആർ ലയർ ട്രൂ ആയിരിക്കും. സം പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് ട്രൂ ആയിരിക്കും. അത് കൂടാതെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ബൈ കൺവേർഷൻ. ബൈ കൺവേർഷൻ പോസിബിൾ ആണല്ലോ. എ ടൈപ്പ് ആണ് തന്നിരിക്കുന്ന, എ ടൈപ്പ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തിലേക്ക് പോകണം? കൺവേർട്ട് ചെയ്യുമ്പോൾ അത് ഐ ടൈപ്പിലേക്ക് പോകണം, റൈറ്റ്? സോ എ ടൈപ്പിന് എപ്പോഴും ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പറയുന്ന ഐ ആണ് എന്ന് ഓർത്തേക്കുക. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ സംഭവിക്കും? സം കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻ ലയർ ആയിട്ട് മാറണം, ലയർ പൊളിറ്റീഷ്യൻ ആയിട്ട് മാറണം. സബ്ജക്ട് പ്രെഡിക്കേറ്റ് ആയിട്ടും പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറുക എന്നുള്ളതാണ് കൺവേർഷൻ. സം ലയേഴ്സ് ആർ പൊളിറ്റീഷ്യൻസ്. കണ്ടോ? സോ വി ഗോട്ട് 2 ഇൻഫറൻസസ് ഫ്രം ദിസ് സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്, റൈറ്റ്? സൈലന്റ് ആയിട്ടിരിക്കുന്നു എല്ലാവരും. കിട്ടിയില്ലേ? കിട്ടിയെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു ഇൻഫറൻസ് നിങ്ങളൊന്ന് പറയാമോ? ഒന്നാമത്തെ, റൈറ്റ്, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ്. നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ഏതൊക്കെയാണ്? നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്നാണ് സ്റ്റേറ്റ്മെന്റ്. അതിന്റെ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ഏതാണ്? ആദ്യം നോക്കണം, ഓ ടൈപ്പ് ട്രൂ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ഇത് ഏത് ടൈപ്പ് ആണെന്ന് നോക്കുക. ഇത് ഏത് ടൈപ്പാ? ഇ ടൈപ്പ് ആണ്. ഇ ടൈപ്പ് ആണെങ്കിൽ ഏത് ട്രൂ ആയിരിക്കണം? ബൈ ഇംപ്ലിക്കേഷൻ പ്രകാരം എന്ത് പറയുന്നു?
ഈ ട്രൂ ആണെങ്കിൽ ഓ ട്രൂ ആണ്. സോ ഇതിന്റെ ഓ ടൈപ്പ് ഏതാ? നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് എന്നാണെങ്കിൽ സം പൊളിറ്റീഷ്യൻസ് ആർ നോട്ട് ലയേഴ്സ് എന്നുള്ളത് ട്രൂ ആണ്. ഇനി രണ്ടാമത് നോക്കണം, ബൈ കൺവേർഷൻ നോക്കണം. ഇയെ കൺവേർട്ട് ചെയ്യാവുന്ന എന്തായിട്ടാ? ഇയെ കൺവേർട്ട് ചെയ്യാവുന്ന എന്തായിട്ടാ? കൺവേർഷനിലേക്ക് വരുമ്പോൾ കൺവേർഷൻ ടേബിൾ മനസ്സിലേക്ക് വരണം. ഇയെ കൺവേർട്ട് ചെയ്യാവുന്നത് ഇ ആയിട്ട് തന്നെയാണ്. ഇയെ ഇ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇയെ ഇ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സി, നോ പൊളിറ്റീഷ്യൻസ് ആർ ലയേഴ്സ് മാറിയിട്ട് എന്താവും? പൊളിറ്റീഷ്യൻ ലയർ ആവുന്നു, ലയർ പൊളിറ്റീഷ്യൻ ആവുന്നു. സോ നോ ലയേഴ്സ് ആർ പൊളിറ്റീഷ്യൻസ്. നോ ലയേഴ്സ് ആർ പൊളിറ്റീഷ്യൻസ്. ഇതും എന്താണ്? വാലിഡ് കൺക്ലൂഷൻ ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റേജ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. അതിനുമുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ കാണിക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോംസ് ഓഫ് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ കൺവേർഷൻ ഈസ് വാലിഡ്? അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ വേഗം ഒന്ന് കമന്റ് ചെയ്തേക്കും. സം is P, some is not P, no is P, all is P. ഇതിൽ ഏതിനാണ് കൺവേർഷൻ വാലിഡ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ വേഗം പറഞ്ഞു. ഇതിന്റെ ആൻസർ ഇല്ലേ? ഏതിനാ കൺവേർഷൻ വാലിഡ് ആയിട്ടുള്ളത്? വാലിഡ് അല്ലാത്ത ഒരേ ഒരു ടൈപ്പ് അല്ലേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം വാലിഡ് ആണ്. ഏതിനാ വാലിഡ് അല്ലാത്തതെന്ന് ആലോചിച്ച് നോക്കുക. കൺവേർഷൻ. കൺവേർഷൻ പോസിബിൾ ആയിട്ടുള്ള ഏതിനൊക്കെയാണ്? കൺവേർഷൻ ടേബിൾ പ്രകാരം നമ്മൾ പറഞ്ഞു ഓൾറെഡി. കൺവേർഷൻ ടേബിൾ എടുത്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഏതിനാ വാലിഡ് അല്ലാത്തത് വെച്ചിരിക്കുന്നത്? ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. വാലിഡ് അല്ലാത്ത ഏതിനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വാലിഡ് ആയിട്ടുള്ളവ ഏതാണെന്നാണ് പറയേണ്ടത്. സോ ആദ്യത്തെ ടൈപ്പ് ഏതാന്ന് നോക്കുക. സം എസ് ഈസ് പി എന്ന് പറഞ്ഞാൽ അത് ഐ ടൈപ്പ് ആണ്. ഐ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യാലോ. ഐ ടൈപ്പിനെ ഐ ടൈപ്പ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. സോ ദിസ് ഈസ് വാലിഡ്. ദെൻ മൂന്നാമത്തെ നോക്കിയേ, നോ എസ് ഈസ് പി. നോ എസ് ഈസ് പി എന്ന് പറഞ്ഞാൽ അത് ഇ ടൈപ്പ് ആണ്. ഇ ടൈപ്പിനെ ഇ ടൈപ്പ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ടേബിളിൽ പറഞ്ഞു. സോ അതും വാലിഡ് ആണ്. നാലാമത്തത് പറയുന്നത് ഓൾ എസ് ഈസ് പി എ ടൈപ്പ് ആണ്. എ ടൈപ്പ് ആണെങ്കിൽ അതിനെ ഐ ടൈപ്പ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അത് വാലിഡ് ആണ്. അപ്പൊ വാലിഡ് അല്ലാത്ത ഏതാ? ഓ ടൈപ്പ് ആണെങ്കിൽ ദർ ഈസ് നോ കൺവേർഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ തന്നെ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്താണ്. ഓ ടൈപ്പ് ആണെങ്കിൽ ദർ ഈസ് നോ കൺവേർഷൻ എന്ന് ഓർത്തേക്കുക. അപ്പോ റൈറ്റ് ആൻസർ ഏതാ? റൈറ്റ് ആൻസർ എ, സി ആൻഡ് ഡി. എ, സി ആൻഡ് ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ക്ലിയർ? ഇനി അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് കഴിഞ്ഞു. ഇനി പോകുന്നത് മീഡിയറ്റ് ഇൻഫറൻസിലേക്കാണ്. മീഡിയറ്റ് ഇൻഫറൻസ് 2 അപ്രോച്ചസിലൂടെ നമുക്ക് സോൾവ് ചെയ്യാം. അനലിറ്റിക്കൽ മെത്തേഡും വെൻ ഡയഗ്രവും. അനലിറ്റിക്കൽ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാൻ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. വെൻ ഡയഗ്രം എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ വെൻ ഡയഗ്രം മാത്രമേ സോൾവ് ചെയ്യൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോജിക്കൽ എറർ വരാം. നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ വളരെ വലിയ മിസ്റ്റേക്ക് നമ്മൾ അവിടെ വരുത്തും. അതുകൊണ്ടാണ് അനലിറ്റിക്കൽ മെത്തേഡ് പഠിക്കണം. അനലിറ്റിക്കൽ മെത്തേഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെന്റ് സ്റ്റേജുകളിലൂടെ പോകും. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അലൈൻമെന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. രണ്ടാമതായിട്ട് ഡ്രോയിങ് കൺക്ലൂഷൻ. സോ ലെറ്റ് മി ഷോ യു. ഫസ്റ്റ് അലൈൻമെന്റ് ഓഫ് പ്രപ്പോസിഷൻസ്. അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പ്രപ്പോസിഷനെ എ ടു ബി, ബി ടു സി സ്ട്രക്ചറിലേക്ക് മാറ്റണം എന്നാണ്. സീ ദിസ്, ഇതാണ് ഉദ്ദേശിക്കുന്നത്. എ ടു ബി, ബി ടു സി. അതിൽ നിങ്ങൾ ആ മിഡിൽ ടേമിന്റെ പൊസിഷനിങ് നോക്കിയാൽ മതി. മിഡിൽ ടേം എങ്ങനെയാ പൊസിഷൻ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മതി. 1 മിനിറ്റ്.
ഓക്കെ, മിഡിൽ ടൈം പൊസിഷൻ ചെയ്തിരിക്കുന്ന നോക്കിയ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എവിടെയായിരിക്കണം മിഡിൽ ടൈം? മിഡിൽ ടൈം വരേണ്ടത് പ്രെഡിക്കേറ്റ് ആയിട്ടാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ മിഡിൽ ടൈം വരേണ്ട എവിടെയാണ്? സബ്ജക്റ്റ് ആയിട്ട് വരണം. ഈ ഒരു രീതിയിൽ അലൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ രീതിയിൽ അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. അതിനു വേണ്ടി ഇതിനു വേണ്ടി ഇൻ കേസ് ദി പ്രോബ്ലം ഈസ് ഇൻ എ സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഈ എ ടു ബി ബി ടു സി രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നോ ഇഷ്യൂ. ഓക്കെ, അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റണം. സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് എങ്ങനെ മാറ്റുമെന്ന് ചോദിച്ചാൽ കൺവേർഷൻ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ കൺവേർട്ടിങ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓർ ബോത്ത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാലോ, സബ്ജക്റ്റിനെ പ്രിഡിക്കേറ്റ് ആക്കിയും പ്രിഡിക്കേറ്റിനെ സബ്ജക്റ്റ് ആക്കി മാറ്റണം. വാലിഡിറ്റി നോക്കണം. എ ആണെങ്കിൽ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇ ആണെങ്കിൽ ഇയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഐ ആണെങ്കിൽ ഐയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഒ ആണെങ്കിൽ there is no conversion. ഇതാണ് കൺവേർഷൻ. ദെൻ അല്ലെങ്കിൽ ഓർഡർ ചേഞ്ച് ചെയ്താൽ ചിലപ്പോൾ ശരിയാവും. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യം എടുത്ത് മാറ്റി കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ലെറ്റ് മീ ഷോ യു സം. സം പെൻസ് ആർ ബുക്സ്, സം സ്റ്റേഷനറി ആർ ബുക്സ്. കണ്ടോ? സം പെൻസ് ആർ ബുക്സ് ആൻഡ് സം സ്റ്റേഷനറി ആർ ബുക്സ്. നമുക്ക് എങ്ങനെ വേണം? എ ടു ബി. ആ മിഡിൽ ടൈം വന്നിരിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആണല്ലോ. മിഡിൽ ടൈം ബിയുടെ പൊസിഷൻ വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അത് സി ടു ബി എന്നാണ് കിടക്കുന്നത്. സ്റ്റേഷനറി ആർ ബുക്സ് എഴുതി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ബുക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യാം? കൺവേർഷൻ പറ്റും അല്ലേ? അതായത് കൺവേർട്ട് ചെയ്യാം. ഇത് ഐ ടൈപ്പ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്ന എന്തായിട്ടാണ്? ഐ ടൈപ്പ് ആയിട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? സം ബുക്സ് ആർ സ്റ്റേഷനറി എന്നെഴുതാലോ. സം ബുക്സ് ആർ സ്റ്റേഷനറി. അപ്പൊ നിങ്ങൾ നോക്കി, സം പെൻസ് ആർ ബുക്സ്, സം ബുക്സ് ആർ സ്റ്റേഷനറി. അപ്പൊ ബി ടു സി എന്നുള്ള സ്ട്രക്ചറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എ ടു ബി, ബി ടു സി. ഇതാണ് എ ടു ബി, ബി ടു സി. ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. മാറ്റാതെ പ്രോബ്ലം ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. നോ വാൻ ഈസ് ഹൗസ്, ഓൾ ബോക്സസ് ആർ ഹൗസ്. നോ വാൻ ഈസ് ഹൗസ്, ഓൾ ബോക്സസ് ആർ ഹൗസ്. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഹൗസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ മിഡിൽ ടൈം. ഹൗസ് രണ്ടിലും എൻഡിലാണ് വന്നിരിക്കുന്നത്. ദെൻ വൺ ഈസ് ഇ ടൈപ്പ് ആൻഡ് അനദർ ഈസ് എ ടൈപ്പ്. ഓക്കെ, സോ ജസ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം? ഏത് രീതിയിൽ അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാമെന്ന് ചിന്തിച്ചാൽ മതി. ഞാനിവിടെ മാറ്റാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് റീഅറേഞ്ച് ചെയ്യാം. എ ടൈപ്പ് ഒരു കോമൺ കണക്ഷൻ കിട്ടാൻ നല്ലതാണ്. അതുകൊണ്ട് എ ടൈപ്പിനെ ഞാൻ ആദ്യത്തേക്ക് മാറ്റും. അങ്ങനെ മാറ്റിയില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. മാറ്റിയില്ലെങ്കിലും നമുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നിരിക്കുന്ന ഇ ടൈപ്പ് ആണല്ലോ. സോ ഈ ടൈപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടാമത്തിനെ കൺവേർട്ട് ചെയ്താലും മതി. രണ്ടാമത്തിനെ കൺവേർട്ട് ചെയ്യാനും പോസിബിൾ ആണ്. ഞാൻ രണ്ട് രീതിയിലും പറയാം. ഒന്ന്, ഇപ്പോ നോ വാൻ ഈസ് ഹൗസ്, അത് എ ടു ബി പ്രോപ്പർ ആണല്ലോ. എ ടു ബി പ്രോപ്പർ ആണ്. ദെൻ എന്ത് നോക്കണം? തന്നിരിക്കുന്ന ഓൾ ബോക്സസ് ആർ ഹൗസിനെ ഹൗസ് ഇപ്പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി എങ്ങനെയാണ്? എ ടൈപ്പ് ആണെങ്കിൽ എ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഐയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ വാട്ട് വി വിൽ ഗെറ്റ്? ഓൾ ബോക്സസ് ആർ ഹൗസ് എന്നുള്ളത് മാറി സം ഹൗസ് ആർ ബോക്സസ്, സം ഹൗസ് ആർ ബോക്സസ് എന്ന് വരും. സോ നോ വാൻ ഈസ് ഹൗസ്, സം ഹൗസ് ആർ ബോക്സസ്. ഹൗസ് ആർ ബോക്സസ് എന്ന് പറയുമ്പോൾ ബി ടു സി കിട്ടി. കണ്ടോ? എ ടു ബി, ബി ടു സി. ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയാം, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ വരും? ആദ്യം ഓൾ ബോക്സസ് ആർ ഹൗസ്. എ ടൈപ്പ് ഞാൻ ആദ്യം എഴുതിയത്. എ ടൈപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാനുള്ള കാരണം. എ ടൈപ്പ് ആകുമ്പോൾ കണക്ഷൻ കിട്ടും. എല്ലാ ബോക്സും ഹൗസിലുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ കണക്ഷൻ കിട്ടും. അതുകൊണ്ട് രണ്ടാമത്തത് നോ ഹൗസ് ഈസ് വാൻ. ഇതിനെ നോ വാൻ ഈസ് ഹൗസ് എന്നാണല്ലോ. അതിനെന്ത് ചെയ്യാം? ഈ ടൈപ്പ് ആയതുകൊണ്ട് ഈ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യാവുന്ന ഈ ആയിട്ട് തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടും?
നോ ഹൗസ് ഈസ് വാൻ എന്നാവില്ലേ? കൺവേർട്ട് ചെയ്യുമ്പോൾ നോ ഹൗസ് ഈസ് വാൻ എന്ന് കിട്ടും. എന്നിട്ട് നോക്കി, എ ടു ബി, ബി ടു സി, സ്ട്രക്ചർ പ്രോപ്പറായി. ഇവിടെ സ്ട്രക്ചർ പ്രോപ്പർ ആക്കിയാൽ മതി, വേറൊന്നുമില്ല. മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന്? വാട്ട് അബൌട്ട് ദിസ്? ഓൾ ബോയ്സ് ആർ ടൈഗേഴ്സ്, സം ടൈഗേഴ്സ് ആർ കവേർഡ്. ഇതിനെ അലൈൻ ചെയ്യണോ വേണ്ടിയോ? അലൈൻ എന്തായാലും ചെയ്യണം. തന്നിരിക്കുന്ന അലൈൻഡ് ആണെങ്കിൽ പിന്നെ അലൈൻ ചെയ്യേണ്ട കാര്യമില്ല. സോ അലൈൻഡ് ആണോ എന്ന് നോക്കുക. അലൈൻഡ് ആണോ എന്ന് നോക്കിയാന്ന് പറഞ്ഞാൽ എ ടു ബി, ബി ടു സി പ്രോപ്പർ ആണല്ലോ. നമ്മളുടെ ആ ടൈഗർ ആണ് മിഡിൽ ടേം ബി ആയിട്ട് വരേണ്ടത്. ടൈഗർ രണ്ടിടത്തും ബി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ദർ ഇസ് നോ ഇഷ്യൂ. നമുക്ക് അങ്ങ് അലൈൻ ചെയ്യേണ്ട കാര്യമില്ല. തന്നിരിക്കുന്നത് വെച്ചുകൊണ്ട് തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ പറയൂ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റേജിൽ നമ്മൾ സിലോജിസം റൂൾസ് അപ്ലൈ ചെയ്യാണ്. സിലോജിസം റൂൾസ് എന്ന് പറഞ്ഞാൽ ഇതുവഴി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ടൈപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റൂളിലേക്ക് പോകുന്നത്. ലൈക്ക് യു നീഡ് ടു റിമെമ്പർ ദിസ്. ഈ ഒരു ടേബിൾ ആണ് സിലോജിസം റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടേബിൾ കൊണ്ട് പേടിക്കൊന്നും വേണ്ട, വളരെ ഈസിയാണ്. അതായത് ആദ്യത്തെ പ്രപ്പോസിഷൻ എ ടൈപ്പ് ആണെങ്കിൽ രണ്ടാമത്തെ പ്രപ്പോസിഷൻ ഏതാ നോക്കുക. രണ്ടാമത്തെ പ്രപ്പോസിഷനും എ ടൈപ്പ് ആണെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എ ടൈപ്പ് ആയിരിക്കണം. കണ്ടോ? ഫസ്റ്റ് പ്രപ്പോസിഷൻ എ ടൈപ്പ് ആണെങ്കിൽ യൂണിവേഴ്സൽ പോസിറ്റീവ്, രണ്ടാമത്തെ യൂണിവേഴ്സൽ പോസിറ്റീവ് ആണെങ്കിൽ കൺക്ലൂഷൻ എ ടൈപ്പ് തന്നെയായിരിക്കണം. അതായത് എ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ എ ആണ് കിട്ടേണ്ടത്. ആദ്യത്തെ പ്രപ്പോസിഷൻ എ ടൈപ്പും രണ്ടാമത്തെ പ്രപ്പോസിഷൻ ഇ ടൈപ്പും ആണെങ്കിൽ എ പ്ലസ് ഇ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ നെഗറ്റീവ് ഇ ടൈപ്പ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത്. ദെൻ യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ് ആദ്യത്തെ പ്രപ്പോസിഷൻ, ഇ ടൈപ്പ് ആണ് ആദ്യത്തെ പ്രപ്പോസിഷൻ എങ്കിൽ അതിന്റെ ഒപ്പം എ വന്നു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ നെഗറ്റീവ് വരും. പെർട്ടിക്കുലർ നെഗറ്റീവ് ഓർ ഈ ഓ ഇൻവേഴ്സ് എന്ന് പറയും കേട്ടോ. ഓ സ്റ്റാർ അല്ലെങ്കിൽ ഓ ഇൻവേഴ്സ് എന്ന് പറയും. അത് നിങ്ങളൊന്ന് ഓർക്കണം, എന്താന്ന് പറഞ്ഞുതരാം. ഇ പ്ലസ് എ ആണെങ്കിൽ ഓ ഇൻവേഴ്സ് വരും. ദെൻ ഇ പ്ലസ് ഐ ആണെങ്കിലും ഓ ഇൻവേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഇനി പെർട്ടിക്കുലർ പോസിറ്റീവ് ആണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, എ ടൈപ്പ് ആണ്. ദെൻ യൂണിവേഴ്സൽ പോസിറ്റീവ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ പെർട്ടിക്കുലർ പോസിറ്റീവ് ആയിരിക്കും, ഐ ടൈപ്പ് ആയിരിക്കും. അതായത് ഐ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ ഐ ടൈപ്പ്. ദെൻ പെർട്ടിക്കുലർ പോസിറ്റീവ് ആണ്, യൂണിവേഴ്സൽ നെഗറ്റീവ് ആണെങ്കിൽ പെർട്ടിക്കുലർ നെഗറ്റീവ് ആയിരിക്കും കൺക്ലൂഷൻ. ഐ പ്ലസ് ഇ വന്നു കഴിഞ്ഞാൽ ലോ ടൈപ്പ്. ഈ 6 പ്രോപ്പർ കൺക്ലൂഷൻസ് മാത്രമേ അനലിറ്റിക്കൽ ടേബിൾ പ്രകാരം ഉള്ളൂ. 6 കൺക്ലൂഷൻസ് ഏതൊക്കെയാ? എ പ്ലസ് എ ആണ്. എ പ്ലസ് ഇ ആണെങ്കിൽ ഇ വരണം. ഇ പ്ലസ് എ ആണെങ്കിൽ ഓ ഇൻവേഴ്സ് വരണം. ഇ പ്ലസ് ഐ ആണെങ്കിൽ ഓ ഇൻവേഴ്സ് വരണം. ഐ പ്ലസ് എ ആയാൽ ഐ തന്നെ വരണം. ഐ പ്ലസ് ഇ ആയാൽ ഓ തന്നെ വരണം. ദിസ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരു കാരണവശാലും മറന്നേക്കരുത്. ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചേ. പഠിച്ചോ? ഒന്ന് കമന്റ് ചെയ്തേക്ക്, യെസ് നോന്നോ എന്താണെന്ന് വെച്ചാൽ വേഗം ആയിക്കോട്ടെ.
ഇനിയുള്ള ഓരോ പ്രോബ്ലത്തിലും നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ടും അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാം. വെൻ ഡയഗ്രം ഉപയോഗിക്കുമ്പോൾ ഇത് ആവശ്യമാണ്. ബിക്കോസ് ലോജിക്ക് ഇവിടെ നിന്നാണ് വരുന്നത്. സോ അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ അലൈൻ ചെയ്യുക. അലൈൻ ചെയ്തതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ടേബിൾ പ്രകാരമുള്ള, ഇതാണ് അനലിറ്റിക്കൽ ടേബിൾ എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ ടേബിൾ പ്രകാരമുള്ള കൺക്ലൂഷനിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും സൈലന്റ് ആയല്ലോ. വാട്ട് ഹാപ്പൻഡ്? എന്നാ ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഓൾ ചെയർസ് ആർ ടേബിൾ, ഓൾ ടേബിൾസ് ആർ ഫേർണിച്ചർ. കണ്ടോ? രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ. ഓൾ ചെയർസ് ആർ ടേബിൾ, ഓൾ ടേബിൾസ് ആർ ഫേർണിച്ചർ. ഇതിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഇതിൽ നിന്ന് എടുക്കാവുന്ന കൺക്ലൂഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓൾ ചെയർ ആർ ടേബിൾ ഏത് ടൈപ്പ് ആണെന്ന് നോക്കണം. ഓൾ ചെയർ ആർ ടേബിൾ എ ടൈപ്പ് അല്ലേ? ദെൻ ഓൾ ടേബിൾ ആർ ഫർണിച്ചർ എ ടൈപ്പ് ആണ്. എ പ്ലസ് എ ആണെങ്കിൽ എന്ത് വരണം എന്നാ പറഞ്ഞത്? എ പ്ലസ് എ ആണെങ്കിൽ കൺക്ലൂഷനും എ ടൈപ്പ് ആയിരിക്കണം. സോ എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എ കിട്ടണം. അതായത് എ എങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓൾ ചെയർസ് ആർ ടേബിൾ എന്നുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ചെയർ എടുക്കുക. ദെൻ ഓൾ ടേബിൾ ആർ ഫർണിച്ചർ എന്നുള്ള സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഫർണിച്ചർ എടുക്കുക. ദെൻ ഓൾ ചെയർ ആർ ഫർണിച്ചർ എന്ന് എഴുതിയാൽ അതാണ് നമ്മളുടെ കൺക്ലൂഷൻ. ഓൾ ചെയർസ് ആർ ഫർണിച്ചർ. ഇതാണ് നമ്മളുടെ അനലിറ്റിക്കൽ ടേബിൾ പ്രകാരം എടുക്കാവുന്ന കൺക്ലൂഷൻ. മനസ്സിലായോ? ഓൾ ചെയർസ് ആർ ടേബിൾ എ ടൈപ്പ് ആണ്. ഓൾ ടേബിൾ ആർ ഫേർണിച്ചർ എ ടൈപ്പ് ആണെങ്കിൽ കൺക്ലൂഷനും എ ടൈപ്പ് ആയിരിക്കണം. സോ എ പ്ലസ് എ ആണ്. ആ കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഓൾ സബ്ജക്റ്റ് ആർ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലെ പ്രെഡിക്കേറ്റ് വരണം. ഓൾ ചെയർസ് ആർ ഫർണിച്ചർ. അതായത് നമ്മളെ എ ടു ബി, ബി ടു സി സ്ട്രക്ചറിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് എന്താണ് കൺക്ലൂഷൻ വരേണ്ടത്? എ ടു സി ആണ് കൺക്ലൂഷൻ വരേണ്ടത്. എ ടു സി, ചെയർ ടു ഫർണിച്ചർ എന്നുള്ളതാണ് കൺക്ലൂഷൻ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഇത് മാത്രമാണോ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് എടുക്കാവുന്ന കൺക്ലൂഷൻ? വാട്ട് യു തിങ്ക്? ബിക്കോസ് ഒരുപാട് സ്റ്റുഡൻസ് തെറ്റിക്കുന്നതാണ്. കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, എ ടു എ ആണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു കൺക്ലൂഷൻ മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കും. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത് ഏതുമായി ബന്ധപ്പെട്ട മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. ഓക്കെ, മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരം എ പ്ലസ് എ എന്നുള്ള കൺക്ലൂഷൻ കിട്ടും. പക്ഷെ ഒന്നുകൂടി ഇല്ലേ, അതെന്താ? ഒരൈറ്റം കൂടി നമ്മൾ പഠിച്ചു, ദാറ്റ് ഈസ് കോൾഡ് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരം ഓരോ സ്റ്റേറ്റ്മെന്റുകൾക്കും കൺക്ലൂഷൻ എടുക്കാം. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ ചെയർ ആർ ടേബിൾ, അതിന് കൺക്ലൂഷൻ കണ്ടുപിടിക്കാം. ഓൾ ടേബിൾ ആർ ഫർണിച്ചർ എന്ന് പറയുന്ന രണ്ടാം സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ കണ്ടുപിടിക്കാം. അതേപോലെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ കൺക്ലൂഷൻ ഇല്ലേ, അതിനും കൺക്ലൂഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള കൺക്ലൂഷൻസ് ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. ഒന്നാമതായിട്ട് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് നമ്മൾ ആദ്യം പറഞ്ഞത് ബൈ ഇംപ്ലിക്കേഷൻ. ബൈ ഇംപ്ലിക്കേഷൻ എന്തൊക്കെ പോസിബിൾ ആണെന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏത് ടൈപ്പ് ആണ്? എ ടൈപ്പ് ആണെങ്കിൽ ബൈ ഇംപ്ലിക്കേഷൻ ഐ ടൈപ്പ് വാലിഡ് ആണ്. ഓൾ ചെയർ ആർ ടേബിൾ എന്നുള്ളത് വാലിഡ് ആണെങ്കിൽ ഇംപ്ലിക്കേഷൻ എന്താ പറയുന്നത്? സം ചെയർ ആർ ടേബിൾ വാലിഡ് ആണ്. ഓൾ ചെയർസ് ആർ ടേബിൾ എന്നുള്ളത് വാലിഡ് ആണെങ്കിൽ സം ചെയർസ് ആർ ടേബിൾ വാലിഡ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഓൾ ടേബിൾസ് ആർ ഫേർണിച്ചർ. ഓൾ ടേബിൾസ് ആർ ഫേർണിച്ചർ വാലിഡ് ആണെങ്കിൽ സം ടേബിൾസ് ആർ ഫേർണിച്ചർ വാലിഡ് ആണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ കിട്ടി. ഇനി കൺക്ലൂഷൻ നമ്മൾ കണ്ടുപിടിച്ച കൺക്ലൂഷൻ ഓൾ ചെയർസ് ആർ ഫേർണിച്ചർ, അതിൽ നോക്കുക. ഓൾ ചെയർസ് ആർ ഫേർണിച്ചർ എന്നുള്ളത് വാലിഡ് ആണെങ്കിൽ സം ചെയർസ് ആർ ഫേർണിച്ചർ വാലിഡ് ആണ്. സോ ബൈ ഇംപ്ലിക്കേഷൻ 3 കൺക്ലൂഷൻ കിട്ടി. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, 3 എ ടൈപ്പ് ആയിരുന്നു. അത് 3-ൽ നിന്നും നമുക്ക് ഓരോ കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ബൈ കൺവേർഷനും പോസിബിൾ ആണല്ലോ. ബൈ കൺവേർഷൻ ഏതൊക്കെ പോസിബിൾ ആവും?
തന്നിരിക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എ ടൈപ്പ് ആണ്. എ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യാവുന്ന എന്തായിട്ടാണ്? ഐ ടൈപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഓൾ ചെയേഴ്സ് ആർ ടേബിൾ എന്നുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സം ടേബിൾ, സബ്ജക്ട് പ്രെഡിക്കേറ്റും പ്രെഡിക്കേറ്റ് സബ്ജക്റ്റും ആവുന്നു. സം ടേബിൾസ് ആർ ചെയേഴ്സ്, ഐ ടൈപ്പിനെ കൺവേർട്ട് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓൾ ടേബിൾ ആർ ഫേർണിച്ചർ എന്നുള്ളത് ട്രൂ ആണെങ്കിൽ സം ഫേർണിച്ചർ ആർ ടേബിൾ, സം ഫേർണിച്ചർ ആർ ടേബിൾ എന്നുള്ളത് ട്രൂ ആണ്. ഇനി നമ്മുടെ കൺക്ലൂഷൻ നോക്കണം. ഓൾ ചെയർസ് ആർ ഫേർണിച്ചർ എന്നുള്ള എ ടൈപ്പ് ട്രൂ ആണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാവുന്ന ഐ ടൈപ്പ് ആണ്. സോ സം ഫേർണിച്ചർ ആർ ചെയർസ്. സോ എത്ര കൺക്ലൂഷൻ കിട്ടി നോക്കി? ഈ തന്നിരിക്കുന്ന പ്രപ്പോസിഷനുകളിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന കൺക്ലൂഷൻ 1, 2, 3, 4, 5, 6 ആൻഡ് 7. 7 കൺക്ലൂഷനുകളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാവുന്നത്. ഇതെല്ലാം വാലിഡ് ആണ്. നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും അറിയോ? ഫ്രം ദി ഗീവൺ പ്രപ്പോസിഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി ഇൻഫേർഡ്. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പ്രപ്പോസിഷനുകളാണ് ഓൾ ചെയർസ് ആർ ടേബിൾ, ഓൾ ടേബിൾസ് ആർ ഫർണിച്ചർ എന്നുള്ള രണ്ട് പ്രപ്പോസിഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ സാധിക്കുന്ന എന്തൊക്കെയാണ്? 7 കാര്യങ്ങൾ ഇൻഫർ ചെയ്യാം. ഒന്ന്, ഓൾ ചെയർസ് ആർ ഫർണിച്ചർ എന്ന് പറയുന്നത് ഇൻഫർ ചെയ്യാം. സം ചെയർസ് ആർ ടേബിൾ എന്നുള്ളത് ഇൻഫർ ചെയ്യാം. സം ടേബിൾ ആർ ഫർണിച്ചർ എന്ന് ഇൻഫർ ചെയ്യാം. സം ചെയർസ് ആർ ഫർണിച്ചർ എന്ന് ഇൻഫർ ചെയ്യാം. സം ടേബിൾ ആർ ചെയർസ് ഇൻഫർ ചെയ്യാം. സം ഫർണിച്ചർ ആർ ടേബിൾ എന്ന് ഇൻഫർ ചെയ്യാം. സം ഫർണിച്ചർ ആർ ചെയർസ് എന്നും ഇൻഫർ ചെയ്യാം. ഇത് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയി. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ ഐ വിൽ ടെൽ യു 1000 ടൈംസ്. പക്ഷെ ഇത് ക്ലിയർ ആവണം. ഓക്കെ ആണോ നോക്കി? ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? റിപ്പീറ്റ് ചെയ്യണോ ഈ പറഞ്ഞു? ഹലോ, ആരും ഇല്ലേ ഇവിടെ? ഹലോ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കണേ. ഇത് എല്ലാവരും ഒരേ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇത് വിട്ടിട്ട് നമുക്ക് ലോജിക്കൽ റീസണിങ് ഇല്ല. അപ്പൊ അത്രയും സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ട് വേണം ഈ ഏരിയ ശ്രദ്ധിക്കാൻ. അപ്പോ ഇത്രയും ഇൻഫറൻസുകൾ ഇവിടെ എടുക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുകൾ നോക്കി. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻഫറൻസുകൾ എടുക്കാൻ പറ്റും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദി ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ്? ഏതൊക്കെയാ സ്റ്റേറ്റ്മെന്റ്സ് നോക്കി. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് സം പെൻ ആർ ബുക്സ്, ദെൻ സം ബുക്സ് ആർ സ്റ്റേഷനറി. ഇതിൽ നിന്നും എന്തൊക്കെ ഇൻഫർ ചെയ്യാം? സം പെൻ ആർ ബുക്സ്, സം ബുക്സ് ആർ സ്റ്റേഷനറി. എന്ത് ചെയ്യണം? ആദ്യം അനലിറ്റിക്കൽ ടേബിൾ പ്രകാരം ഇൻഫറൻസ് ഉണ്ടോ നോക്കുക. അനലിറ്റിക്കൽ ടേബിൾ പ്രകാരം ഇത് ഏത് ടൈപ്പാ? ഫസ്റ്റ് വൺ ഈസ് ഐ ടൈപ്പ്, സെക്കൻഡ് വൺ ഈസ് ഐ ടൈപ്പ്. ഐ പ്ലസ് ഐ ടേബിളിലുണ്ടോ നോക്കി. ഐ പ്ലസ് എ ഉണ്ട്, ഐ പ്ലസ് ഇ ഉണ്ട്. ഐ പ്ലസ് ഐ ഇല്ല. കണ്ടോ? ഐ പ്ലസ് ഐ ടേബിളിൽ ഇല്ലെങ്കിൽ ഇൻഫറൻസ് ഇല്ല. അത്രയേ ഉള്ളൂ. അനലിറ്റിക്കൽ ടേബിൾ പ്രകാരം അപ്പോൾ നമുക്ക് അവിടെ ഇൻഫറൻസ് ഇല്ല. സോ നോ കൺക്ലൂഷൻ ആസ് ഐ പ്ലസ് ഐ, ദർ ഇസ് നോ കൺക്ലൂഷൻ. ഐ പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഷൻ ഇല്ല. തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക്, ഇവിടെ തന്നിരിക്കുന്ന ഈ 6 റിലേഷന് മാത്രമേ കൺക്ലൂഷൻ ഉള്ളൂ അനലിറ്റിക്കൽ ടേബിൾ പ്രകാരം. അതായത് എ പ്ലസ് എ വന്നാൽ എ ആണ് കൺക്ലൂഷൻ, എ പ്ലസ് ഇ വന്നാൽ ഇ ആണ് കൺക്ലൂഷൻ, ഇ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ ഒ ഇൻവേഴ്സ് ആണ് കൺക്ലൂഷൻ. അതേപോലെ ഇ പ്ലസ് ഐ വന്നാൽ ഒ ഇൻവേഴ്സ് തന്നെയാണ് കൺക്ലൂഷൻ. ദെൻ ഐ പ്ലസ് എ ആണെങ്കിൽ ഐ പ്ലസ് ഇ ആണെങ്കിൽ ഒ. ഇത്രയുമാണ് പോസിബിൾ ആയിട്ടുള്ള അനലിറ്റിക്കൽ ടേബിൾ കൺക്ലൂഷൻ. വേറെ ഒന്നും നമ്മൾ ഊഹിച്ചെടുക്കരുത്. ഇത്രയുമേ നമുക്ക് കിട്ടുമെന്ന് ഓർക്കുക. അപ്പോൾ അനലിറ്റിക്കൽ ടേബിൾ പ്രകാരം കൺക്ലൂഷൻ ഇല്ല എന്ന് നമ്മൾ എഴുതി. തീർന്നോ? അവിടെ തീരരുത്. വേറെന്താ നമുക്ക് പിന്നെ ഉള്ളത്? ഇമ്മീഡിയറ്റ് ഇൻഫറൻസ്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പോസിബിൾ ആണ്. ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ ഇംപ്ലിക്കേഷൻ ഉണ്ടോ? ഇംപ്ലിക്കേഷൻ ആർക്കാ?
ഇംപ്ലിക്കേഷൻ വരുന്നത് എ ടൈപ്പിനും ഇ ടൈപ്പിനുമാണ്. അതായത് യൂണിവേഴ്സൽസിനാണ്. ഇവിടെ തന്നിരിക്കുന്നത് പെർട്ടിക്കുലർ അല്ലേ, ഐ ടൈപ്പ് അല്ലേ. സോ എ ടൈപ്പ് ആണെങ്കിൽ ഐ ടൈപ്പ് ട്രൂ ആണെന്നുള്ളതാണ് ഇംപ്ലിക്കേഷൻ. ഇ ടൈപ്പ് ആണെങ്കിൽ ഓ ടൈപ്പ് ട്രൂ ആണെന്നുള്ളതാണ് ഇംപ്ലിക്കേഷൻ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഏത് ടൈപ്പാ? ഐ ടൈപ്പാ. സോ ഇംപ്ലിക്കേഷൻ പ്രകാരവും നോ കൺക്ലൂഷൻ. വാട്ട് അബൌട്ട് കൺവേർഷൻ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഐ ടൈപ്പ് ആണ്. ഐ ടൈപ്പിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം? ഐ ടൈപ്പ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഐ ടൈപ്പ് ആയതുകൊണ്ട് ഐ ടൈപ്പിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാം. സോ സം പെൻസ് ആർ ബുക്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും? സം ബുക്സ് ആർ പെൻസ്. രണ്ടാമത്തെ എന്താണ്? സം ബുക്സ് ആർ സ്റ്റേഷനറി കൺവേർട്ട് ചെയ്യുമ്പോൾ സം സ്റ്റേഷനറി ആർ ബുക്സ്. അപ്പൊ ഈ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന ആകെ രണ്ട് കൺക്ലൂഷൻസേ ഉള്ളൂ. ഈ രണ്ട് കൺക്ലൂഷൻ മാത്രമേ പോസിബിൾ ഉള്ളൂ. സം ബുക്സ് ആർ പെൻസ് എന്നുള്ള കൺക്ലൂഷൻ എടുക്കാം, അല്ലെങ്കിൽ സം സ്റ്റേഷനറി ബുക്സ് എന്നുള്ള കൺക്ലൂഷൻ എടുക്കാം. വേറൊന്നും പോസിബിൾ അല്ല. തീരുമാനമായല്ലോ, റൈറ്റ്? ഇതല്ല, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സീ ദി ക്വസ്റ്റ്യൻ. ഓൾ ബേർഡ്സ് ആർ മെൻ, ഓൾ ക്രോസ് ആർ ബേർഡ്സ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കൺക്ലൂഷൻസ് വന്നിരിക്കുന്നത് ഓൾ ക്രോസ് ആർ നോട്ട് മെൻ, സം മെൻ ആർ നോട്ട് ക്രോസ്. ഇതിൽ ഏതൊക്കെയാണ് ഫോളോ ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ഫോളോ ചെയ്യുന്നത് കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കാം? എവിടെ തുടങ്ങണമെന്നൊന്ന് പറഞ്ഞേ. എവിടെ തുടങ്ങേണ്ടത്? വിൽ യു സ്റ്റാർട്ട് റൈറ്റ് അവേ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് പറ്റുമോ? എന്ത് വേണം? അലൈൻ ചെയ്യണം. അലൈൻ ചെയ്യാതെ പ്രോബ്ലം ചെയ്യരുത്. അലൈൻ ചെയ്തതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അലൈൻമെന്റ് കറക്റ്റ് ആണ് നോക്കി. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ബേഡ്സ് ആണ്, റൈറ്റ്? മിഡിൽ ടേപ്പ് എന്ന് പറയുന്നത് ബേഡ്സ് ആണ്. അലൈൻമെന്റ് കറക്റ്റ് ആണോ? അല്ല. കറക്റ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്ത അലൈൻമെന്റ് കറക്റ്റ് ആവുമോ നോക്കി. ഓൾ ക്രോസ് ആർ ബേഡ്സ് ആദ്യം എഴുതാം. ദെൻ ഓൾ ബേഡ്സ് ആർ മെൻ രണ്ടാമത് എഴുതുന്നു. ഓൾ ക്രോസ് ആർ ബേഡ്സ്, ഓൾ ബേഡ്സ് ആർ മെൻ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി. ഇനി നോക്കി, അലൈൻമെന്റ് കറക്റ്റ് ആണോ? എ ടു ബി, ബി എന്നുള്ള മിഡിൽ ടേം പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ബി ടു സി, അലൈൻമെന്റ് പ്രോപ്പർ ആയി. ഇവിടെ വച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന കൺക്ലൂഷൻ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്റ്റേജ് തന്നെ പറയും തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷനുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന്. എന്തുകൊണ്ടാ? എ പ്ലസ് എ, എ പ്ലസ് എ ആണെങ്കിൽ കൺക്ലൂഷൻ എന്തായിരിക്കും? എ ടൈപ്പ് ആയിരിക്കണം. എ പ്ലസ് എ ആണെങ്കിൽ കൺക്ലൂഷൻ എ ടൈപ്പ് ആയിരിക്കണം. എങ്ങനെ വരണം? എ ടു സി എന്ന് വരണം. എ ടു സി എന്നുള്ള കൺക്ലൂഷൻ ആണ് വരേണ്ടത്. അതായത് ഓൾ ക്രോസ് ആർ മെൻ. ഇതാണ് നമ്മുടെ അനലിറ്റിക്കൽ ടേബിൾ പ്രകാരമുള്ള കൺക്ലൂഷൻ. അനലിറ്റിക്കൽ ടേബിൾ പ്രകാരമുള്ള കൺക്ലൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നോക്കുക? നമുക്ക് വേണ്ട മറ്റേ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരമുള്ള കൺക്ലൂഷൻസ് നോക്കുക. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് പ്രകാരം ഏതൊക്കെ കൺക്ലൂഷൻസ് ഉണ്ട്? ഒന്നാമതായിട്ട് നമുക്ക് ബൈ ഇംപ്ലിക്കേഷൻ എഴുതാം. ബൈ ഇംപ്ലിക്കേഷൻ സി ഓൾ ക്രോസ് ആർ ബേഡ്സ്. എ ടൈപ്പ് ആണ്. എ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഐയിലേക്ക് ബൈ ഇംപ്ലിക്കേഷൻ നമുക്ക് പറയാം. എന്ത് കിട്ടും? കൺവേർട്ട് അല്ല, ബൈ ഇംപ്ലിക്കേഷൻ സം ക്രോസ് ആർ ബേഡ്സ് വരണം. രണ്ടാമത്തത് ഓൾ ബേഡ്സ് ആർ മെൻ എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ സം ബേഡ്സ് ആർ മെൻ എന്ന് വരണം. മൂന്നാമത്തെ നമ്മുടെ കൺക്ലൂഷൻ ഓൾ ക്രോസ് ആർ മെൻ എന്നുള്ളത് നമ്മൾ ഇംപ്ലിക്കേഷൻ പറയുമ്പോൾ എങ്ങനെ വരണം? സം ക്രോസ് ആർ മെൻ എന്ന് വരണം. ഇനി കൺവേർഷൻ എല്ലാം എ ടൈപ്പ് ആണ്. എ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യാവുന്നത് ഐ ടൈപ്പ് ആയിട്ട് തന്നെയാണ്. സോ ഓൾ ക്രോസ് ആർ ബേഡ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ സം ബേഡ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ സബ്ജക്ട് പ്രെഡിക്കേറ്റ് ആവണം. സം ബേഡ്സ് ആർ ക്രോസ്.
then all birds are men convert ചെയ്യുമ്പോൾ some men are birds. Then all crow are men എന്നുള്ള കൺവേർട്ട് ചെയ്യുമ്പോൾ some men are crows. So ഇത്രയുമാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കൺക്ലൂഷൻസ് എന്ന് മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന രണ്ട് കൺക്ലൂഷനിൽ ഏതെങ്കിലും അവിടെ ഉണ്ടോ? തന്നിരിക്കുന്ന രണ്ട് കൺക്ലൂഷൻസ് ഒന്ന് ഓൾ ക്രോസ് ആർ നോട്ട് മെൻ ആണ്, രണ്ട് സം മെൻ ആർ നോട്ട് ക്രോസ് ആണ്. ഓൾ ക്രോസ് ആർ നോട്ട് മെൻ, സം മെൻ ആർ നോട്ട് ക്രോസ്. ഇത് രണ്ടും അവിടെ ഇല്ലല്ലോ. അപ്പൊ രണ്ടും ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നെയ്തർ എ നോർ ബി ഫോളോസ്. പിന്നെ നമുക്ക് ലോജിക്കലി പറഞ്ഞു പോകുന്നത് എന്താ, എ ടൈപ്പ് ആണ് എല്ലാ പ്രപ്പോസിഷനും എങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റുമോ? ഇത് നമ്മൾ എവിടെ പറഞ്ഞെന്നറിയോ? ഫോർമൽ ഫാലസി പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ? ഫോർമൽ ഫാലസിയിൽ നമ്മൾ നോട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്, പോസിറ്റീവ് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഒരു കാരണവശാലും നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ പാടില്ല. ഈ തന്നിരിക്കുന്ന രണ്ടും അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും നെഗറ്റീവ് ആയിട്ടുള്ള കൺക്ലൂഷൻ എടുക്കാൻ പാടുണ്ടോ? ഇല്ല. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റോങ്, ദാറ്റ് ഈസ് റോങ് കേട്ടോ. ഇത് മനസ്സിലായോ ചെയ്തത്? ഓക്കെ അല്ലേ? ശരി. ഇനി ഞാൻ ഇവിടെ വച്ചിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നതിന് പകരം ഞാൻ നേരെ വെൻ ഡയഗ്രത്തിലേക്ക് പോവാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ പർപ്പസ്. വെൻ ഡയഗ്രം തെറ്റുന്ന ഒരു സാഹചര്യമാണിത്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെൻ ഡയഗ്രം തെറ്റിപ്പോകും. അപ്പൊ ഞാൻ ആദ്യം വെൻ ഡയഗ്രം ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരും കേട്ടോ. ഈ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരും. സി, വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും റിലേഷൻ ആണ് ഓർക്കേണ്ടത്. അതായത് ഓൾ എ ആർ ബി യൂണിവേഴ്സൽ പോസിറ്റീവ് ആണല്ലോ. അതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ? ഇങ്ങനെ വരയ്ക്കുക, എ വരയ്ക്കുക, ദെൻ ബി അതിന് ചുറ്റുമായിട്ട്, അതിനുള്ളിൽ എയെ പൂർണ്ണമായിട്ട് ഉള്ളിലാക്കുന്ന രീതിയിൽ ബി വരയ്ക്കുക. ഞാൻ ഈ സൈഡിലേക്ക് കയറ്റി വരയ്ക്കാനുള്ള കാരണമുണ്ട്, ബിക്കോസ് എനിക്ക് വീണ്ടും ഒരു കണക്ഷൻ വരുമ്പോൾ എളുപ്പം എഴുതാൻ വേണ്ടിയാണ് സൈഡിലേക്ക് കയറ്റി വരയ്ക്കുന്നത്. സോ എ ഓൾ എ ആർ ബി എന്ന് പറഞ്ഞാൽ എ പൂർണ്ണമായിട്ടും ബിക്ക് അകത്താണ് എന്ന് ഓർക്കുക. ഇനി സം എ ആർ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം വേണം, എയും ബിയും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം വേണം എന്നാണ് സം എ ആർ ബി. ഇനി സം എ ആർ നോട്ട് ബി എന്നാണ്, ഓ ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യണം? എയും ബിയും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക, എ ബി. ദെൻ എയിൽ നിന്ന് ഒരു ആരോ ഇട്ടിട്ട് ബിയിൽ ഒരു പോർഷൻ അടയാളപ്പെടുത്തുക. ബിയിലെ ഒരു പോർഷൻ എ അല്ല എന്നാണ് അതിന്റെ മീനിങ്. സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബിക്ക് അകത്തുള്ള ഒരു പോർഷൻ ഉറപ്പായിട്ടും എ അല്ല, ബാക്കി പോർഷൻ ചിലപ്പോൾ ആകാം എന്നും ഒരു മീനിങ് ഉണ്ട്. ദെൻ നോ എ ആർ ബി എന്നാണെങ്കിൽ എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക, അതിനുശേഷം ഒരു ആരോ ഇടുക, ഒരു ബന്ധുവിലാന്ന് കാണിക്കാൻ വേണ്ടി ആരോ വെട്ടിക്കളയാം. ഇതാണ് നോ എ ആർ ബി. ഇത് നാലും മനസ്സിലായോ? നോക്കി, ഓൾ എ ആർ ബി എന്ന് കണ്ടാൽ എന്ത് വരയ്ക്കണം? എ പൂർണ്ണമായിട്ടും ബിക്ക് അകത്തായിട്ട് വരയ്ക്കണം. സം എ ആർ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഒരു ഭാഗം വേണം. സം എ ആർ നോട്ട് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് ബിക്ക് അകത്തൊരു പോർഷൻ അടയാളപ്പെടുത്തിയിട്ട് അത് എ അല്ല എന്ന് മാർക്ക് ചെയ്യുക. ദെൻ നോ എ ആർ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വരച്ച് രണ്ടിനെയും എൻഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ ആണല്ലോ? നിങ്ങളൊന്ന് വരച്ചൊക്കെ വെച്ചേക്ക് സൈഡിൽ എവിടെയെങ്കിലും വരച്ച് നോക്കണം കേട്ടോ. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ കാണിക്കാം. ഓൾ ബോട്ട്സ് ആർ ബോയ്സ്, ഓൾ ബോയ്സ് ആർ ലാംസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്ങനെ നമ്മൾ വരയ്ക്കുക? ഓൾ ബോട്ട്സ് ആർ ബോയ്സ് എങ്ങനെ വരയ്ക്കണം? ബോട്ട് വരയ്ക്കണം. ബോട്ട് വരച്ചു നോക്കിയല്ലേ? ബോട്ട് എന്നുള്ളത് റൗണ്ട് ആണ്, ബോട്ട് എന്നുള്ള റൗണ്ട്. ബോട്ട്സ് വരച്ചു. ദെൻ അതിന് പൂർണ്ണമായിട്ടും ബോയ്സിനകത്തായിട്ട് വരയ്ക്കണം. ഓൾ ബോട്ട്സ് ആർ ബോയ്സ്. കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ് വരച്ചു. ഇനി ആ ബോയ്സ് പൂർണ്ണമായിട്ട് എന്താ? ഓൾ ബോയ്സ് ആർ ലാംസ്. ബോയ്സ് പൂർണ്ണമായിട്ടും ലാമ്പിനകത്തായിട്ട് വരണം. വെൻ ഡയഗ്രം കഴിഞ്ഞു. അനലിറ്റിക്കൽ മെത്തേഡിന് അത്രയും പാടില്ല, എന്നാൽ അനലിറ്റിക്കൽ മെത്തേഡിൽ വലിയ പാടൊന്നുമില്ല അല്ലേ യഥാർത്ഥത്തിൽ. നമ്മൾ ചെയ്തു വന്നപ്പോഴത്തേന് ആ കൺസെപ്റ്റ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും. അപ്പൊ എന്താ ഇവിടെ വേണ്ടത്? വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ തന്നിരിക്കുന്ന ആ റിലേഷനെ സർക്കിൾസ് ആയിട്ട് അങ്ങ് മാറ്റിയാൽ മതി.
ഇനി നോക്കുക താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓൾ ലാംപ്സ് ആർ ബോട്ട്സ്. എല്ലാ ലാമ്പും ബോട്ടിനകത്താണോ നോക്കി. ലാമ്പ് എന്ന് പറയുന്നത് ബോട്ടിനകത്തല്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ്. എല്ലാ ലാമ്പും ബോട്ടിനകത്ത് വരണം. ബോട്ട് ഇവിടെയാണ്, ബോട്ടിന് പുറത്ത് ലാമ്പുണ്ട്, ഇതൊക്കെ ബോട്ടിന് പുറത്താണ്, അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ്. ഓൾ ബോട്ട്സ് ആർ ലാംപ്സ്. എല്ലാ ബോട്ടും ലാമ്പിനകത്താണോ നോക്കി. എല്ലാ ബോട്ടും ലാമ്പിനകത്താണ് വന്നിരിക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഇസ് റൈറ്റ്. കിട്ടിയോ? ശരി, ഇനി അത് തന്നെ അനലിറ്റിക്കൽ മെത്തേഡിൽ നിങ്ങളൊന്ന് തിരിച്ചു നോക്കി. അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം ആദ്യം എന്ത് ചെയ്യണം. ഓൾ ബോട്ട്സ് ആർ ബോയ്സ്, ഓൾ ബോയ്സ് ആർ ലാംസ്. എ ടു ബി ആണോ നോക്കുക. എ ടു ബി, ബി ടു സി ആണ്, പ്രോപ്പർലി അലൈൻഡ് ആണ്. ആണെങ്കിൽ എന്ത് ചെയ്യണം. എ പ്ലസ് എ. കൺക്ലൂഷൻ എന്തായിരിക്കണം. എ പ്ലസ് എ ആണെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരമുള്ള കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ആയിരിക്കണം. എങ്ങനെ വരണം. ഓൾ എ ആർ സി എന്ന് വരണം. അതായത് ഓൾ ബോട്ട്സ് ആർ ലാംസ്. കിട്ടുന്നില്ലേ. ഓൾ ബോട്ട്സ് ആർ ലാംസ് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബാക്കിയൊക്കെ ഐ ടൈപ്പിലല്ലേ വരൂ. എയുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഐ ടൈപ്പിലേ വരൂ. ആകെ അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരമുള്ള എ പ്ലസ് എ എന്നുള്ള കൺക്ലൂഷൻ മാത്രമാണ് എ ടൈപ്പിൽ വരുന്നത്. പിന്നെ ഐ ടൈപ്പിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വരാം. ബൈ ഇംപ്ലിക്കേഷനും ബൈ കൺവേർഷനും അതുവഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത്രേ ഉള്ളൂ. രണ്ട് മെത്തേഡ് നമുക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റൈറ്റ്. ഇത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശരിക്കും നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അല്ലേ? എന്നാ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഇതിൽ നമ്മളൊന്ന് വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. ഓൾ ബേഡ്സ് ആർ മെൻ. ഞാൻ വരയ്ക്കാം. ഓൾ ബേഡ്സ് ആർ മെൻ എന്ന് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും. ഞാൻ വരച്ച പോലെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കണേ. ഓൾ ബേഡ്സ്, എല്ലാ ബേഡ്സും മെൻ ആണ്. ഓക്കെ. ദെൻ ഓൾ, അല്ല, നമ്മൾ റീഅറേഞ്ച് ചെയ്ത രീതിയിൽ ചെയ്യാം കേട്ടോ, എന്നില്ലെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. വെൻ ഡയഗ്രത്തിൽ അങ്ങനെ റീഅറേഞ്ച്മെന്റ് ആവശ്യമില്ല. എന്നാൽ റീഅറേഞ്ച്മെന്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. റീഅറേഞ്ച് ചെയ്ത് എന്താ, ഓൾ ക്രോസ് ആർ ബേഡ്സ് എന്നല്ലേ. അപ്പൊ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ക്രോസും ബേഡ്സ് ആണ്. ക്രോസ് പൂർണ്ണമായിട്ടും ബേഡ്സിനകത്താക്കി വരച്ചു. ദെൻ ഓൾ ബേഡ്സ് ആർ മെൻ. എല്ലാ ബേഡ്സും മെന്നിനകത്തായിട്ട് വരിക. കഴിഞ്ഞതുപോലെ തന്നെ നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ ആ കൺക്ലൂഷൻസ് ഒന്ന് വായിച്ചു നോക്കി. ഓൾ ക്രോസ് ആർ നോട്ട് മെൻ. ശരിയാണോ? ഓൾ ക്രോസ് ആർ നോട്ട് മെൻ എന്ന് പറഞ്ഞാൽ ക്രോസിന് പുറത്ത് മെന്നുണ്ട്, ക്രോസ് അല്ലാതെ മെന്നുണ്ട്. ഉണ്ടോ? ക്രോസ് നോക്കുമ്പോൾ നോക്കിയേ, ക്രോസ് അല്ലാതെ ഇവിടെ മൊത്തം ഈ മെൻ എന്ന് പറയുന്നത് ക്രോ അല്ല. സോ ദിസ് വൺ ഇസ് റൈറ്റ് അല്ലേ. ഇത് ശരിയാണ്. സം മെൻ ആർ നോട്ട് ക്രോസ്, അത് തെറ്റാണ്. സം മെൻ ആർ നോട്ട് ക്രോസ് എന്ന് പറയുന്നത് തെറ്റാണ്. മെന്നിനകത്താണ് പൂർണ്ണമായിട്ട് വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് വരുമല്ലോ. എന്നാൽ അത് ശരിയാണോ? വെൻ ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാ വരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ശരിയാണോ? ശരിയാകാൻ പാടില്ല. എന്തുകൊണ്ടാ? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് ഒരു കാരണവശാലും നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ അത് ഫാലസിയാണ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നെഗറ്റീവ് കൺക്ലൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു എററാണ് റീസണിങ്ങിൽ. അത് വരാൻ പാടില്ല. അത് അനലിറ്റിക്കൽ മെത്തേഡ് പ്രകാരം വന്നില്ല. പക്ഷെ വെൻ ഡയഗ്രം എടുത്തപ്പോൾ അത് വന്നു. അവിടെയാണ് നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് കൂടി അറിയണം എന്ന് പറയാനുള്ള കാരണം. നിങ്ങൾ വെൻ ഡയഗ്രം ചെയ്തോ, പക്ഷെ നമ്മളുടെ ഫാലസിസ് മറക്കരുത്. ഫാലസിസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊണ്ടാണ് ഇത്. പോസിറ്റീവ് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും നെഗറ്റീവ് കൺക്ലൂഷൻ എടുക്കാൻ പാടില്ല. സോ ദിസ് വൺ ഈസ് ആക്ച്വലി റോങ്. ഇത് ഓർത്ത് വെച്ചേക്കുമല്ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, തെറ്റിക്കരുത്. അനലിറ്റിക്കൽ മെത്തേഡും വെൻ ഡയഗ്രവും ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യണം. രണ്ട് മെത്തേഡും അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? Venn diagram ആ all crows are not men. അത് ആ എങ്ങനെയാണ്? All crows are men ഉള്ള
ഒന്നുകൂടി പറയാമോ? ക്ലിയർ ആയില്ല. വെൻ ഡയഗ്രത്തിനകത്ത് പിന്നെ ആ ക്രോസ് എല്ലാം മെയിനകത്താണല്ലോ. അതെ, അപ്പോ ഓൾ ക്രോസ് ആർ മെൻ എന്നുള്ളതല്ലേ ഫോളോ ചെയ്യുന്നത്? ഓൾ ക്രോസ് ആർ മെൻ എന്ന് പറയുന്നത് ഫോളോ ചെയ്യും. ചെയ്യും. ആ, ഞാൻ പറഞ്ഞത് ഓൾ ക്രോസ് ആർ നോട്ട് മെൻ എന്നുള്ളത് നിങ്ങൾ അവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രോയുടെ പുറത്ത് മെൻ ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. എല്ലാ ക്രോയും മെന്നല്ല എന്ന് പറയുമ്പോൾ ശരിയാണെന്ന് തോന്നൂല. എല്ലാ ക്രോയും മെന്നല്ല. സോറി, ഞാൻ തിരിച്ചു പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു സം മെൻ ആർ നോട്ട് ക്രോ. ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തിരിഞ്ഞു പോയതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, സം മെൻ ആർ നോട്ട് ക്രോ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പറഞ്ഞു. അത് ശരി. ആ, സം മെൻ ആർ നോട്ട് ക്രോ എന്ന് പറയുമ്പോഴാണ് ചില മെൻ ക്രോയ്ക്ക് പുറത്തുണ്ട്. കണ്ടോ, ചില മെൻ ക്രോയ്ക്ക് പുറത്തുണ്ട്. ഇത് ശരിയാണെന്ന് ചിന്തിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ചിന്തിക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല. ഇവിടെയാണ് വെൻ ഡയഗ്രം നമുക്ക് പണി തരുന്നത്. അത് ഓർത്തേക്കുക. ഇപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആയോ മിസ്സേ? നോട്ട് ക്രോസ് അതും ശരിയാവണമല്ലോ. അതാണല്ലേ. സം മെൻ ആർ നോട്ട് ക്രോസ്. നോട്ട് ഇപ്പൊ നമ്മൾ അവിടെ ലോജിക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ. അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് കൺക്ലൂഷൻ കിട്ടാൻ പാടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഒരു കാരണവശാലും നെഗറ്റീവ് കൺക്ലൂഷൻ വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തേക്കാം. അത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ആൻസർ ചെയ്യാൻ. അതാണ് വെൻ ഡയഗ്രം ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് അവിടെ വരാം. എന്നാൽ അത് പാടില്ല എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വരില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ശരി, അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തേക്കുക. ഇത്രേ ഉള്ളൂ അനലിറ്റിക്കൽ മെത്തേഡും വെൻ ഡയഗ്രവും. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് കാണിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെയ്തു. ഇത് ചെയ്യാം അല്ലെ. സി, ഓൾ ലെമൺസ് ആർ ബോൾസ്, നോ ബാറ്റ് ആർ ലെമൺസ്. ഏത് മെത്തേഡ് വേണം? രണ്ട് മെത്തേഡും ചെയ്യാം. ആദ്യം നമുക്കൊന്ന് വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കി. ഓൾ ലെമൺ ആർ ബോൾസ്, നോ ബാറ്റ്സ് ആർ ലെമൺസ്. എല്ലാ ലെമണും ബോൾസ് ആണ്, ഒരു ബാറ്റ് ലെമൺ അല്ല. ആദ്യം എന്ത് ചെയ്യണം? എ ടു ബി, ബി ടു സി ആണോ നോക്കുക. ലെമൺ എ ആണ്, ബോൾ ബി ആണ്, ദെൻ ബാറ്റ് ബി ആണ്. ആണോ? അല്ല. സോ ഇത് പ്രോപ്പർലി അലൈൻഡ് അല്ല. പ്രോപ്പർലി അലൈൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? ലെറ്റ്സ് ഗോ ഫോർ റീഅറേഞ്ച്മെന്റ്. ഇവിടെ മിഡിൽ ടേം എന്ന് പറയുന്നത് ബി ആണ് അല്ലെ. ലെമൺ ആണ് ബി വരേണ്ടത്, കോമൺ ആയിട്ട് വരണം. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ആക്കിയാലോ. നോ ബാറ്റ്സ് ആർ ലെമൺ, നോ ബാറ്റ്സ് ആർ ലെമൺ, then all lemon are balls. all lemon are balls. കണ്ടോ? ഇത് നോക്കി, എ ടു ബി, ലെമണിൽ ബി വന്നിട്ടുണ്ട്, ലെമണിൽ തന്നെ ബി വന്നിട്ടുണ്ട്, ബി ടു സി. അപ്പൊ ഇതാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്ന റീഅറേഞ്ച്ഡ് പ്രപ്പോസിഷൻസ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് കൺക്ലൂഷൻ ഏതെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നോ ബാറ്റ്സ് ആർ ലെമൺ, ഓൾ ലെമൺ ആർ ബോൾ. ഏത് ടൈപ്പാണ്? നോ ബാറ്റ്സ് ആർ ലെമൺ എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ആണ്. ഓൾ ലെമൺ ആർ ബോൾ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ആണ്. ഇ പ്ലസ് എ ഏതാ കൺക്ലൂഷൻ? ഇ പ്ലസ് എ ജസ്റ്റ് ഒന്ന് കമന്റ് പറഞ്ഞ്, ഇ പ്ലസ് എ ഏതാണ്? ടേബിളിൽ നോക്കൂ. സി, ഇ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓ ഇൻവേഴ്സ് ആയിരിക്കണം. ഓ പോരാ, ഓ ഇൻവേഴ്സ് വരണം. റൈറ്റ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. സി, ഓ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം, പക്ഷെ ഇൻവേഴ്സ് ആണ്. ഓ ടൈപ്പ് എന്താ? എങ്ങനെ വരണം? സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ് എന്നുള്ളതാണ് ഓ ടൈപ്പ്. സം സബ്ജക്റ്റ് ആർ നോട്ട് പ്രെഡിക്കേറ്റ്. അപ്പൊ എങ്ങനെ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവേഴ്സ് ആണെങ്കിൽ സി ടു എ ആണ്, എ ടു സി അല്ല, സി ടു എ. സോ സം ഇൻവേഴ്സ് ആണല്ലോ, അതുകൊണ്ട് സി സ്റ്റാർട്ട് ചെയ്യുക. ബോൾസ്
ആർ നോട്ട് എ, അതായത് ബാറ്റ്സ്. ഇതാണ് നമ്മളുടെ O ഇൻവേഴ്സ് കൺക്ലൂഷൻ. സോ ഇ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ O ഇൻവേഴ്സ് വരണം. O ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് തിരിച്ചെഴുതുക. സി ടു എ നോക്കുക. ഇതുവരെ നമ്മൾ എ ടു സി ആ നോക്കിയത്. സി ടു എ ആണ് ഇവിടെ എഴുതേണ്ടത്. സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ്. ഓക്കെ, ഉണ്ടോ? ഓപ്ഷനിലുണ്ടോ നോക്കി. സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ് ഓപ്ഷനിലുണ്ട്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. വാട്ട് അബൌട്ട് സെക്കൻഡ് വൺ? സം ബാറ്റ്സ് ആർ ലെമൺസ്. തെറ്റാണെന്നൊന്നും മാർക്ക് ചെയ്യരുത്. മാർക്ക് ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം എന്താ? ഇത് മാത്രമല്ല ഇൻഫറൻസ്. ഇനി എന്തൊക്കെ ഇൻഫറൻസ് ഉണ്ട്? നമുക്കിനി ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എഴുതാം. ഇപ്പൊ നമ്മൾ ചെയ്ത അനലിറ്റിക്കൽ ടേബിൾ പ്രകാരമുള്ള ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് മാത്രം ഒരെണ്ണം ഇവിടെ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് വേണം? അടുത്ത ഇൻഫറൻസുകൾ വേണം. ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ ബൈ ഇംപ്ലിക്കേഷൻ, ഒന്നാമത്തെ എന്ത് വരും? ഓൾ നോ ബാറ്റ്സ് ആർ ലെമൺ എന്നുള്ള ഈ ടൈപ്പ് ട്രൂ ആണെങ്കിൽ ഇംപ്ലിക്കേഷൻ പ്രകാരം അതിന്റെ എന്ത് ട്രൂ ആയിരിക്കും? ഓ ടൈപ്പ് ട്രൂ ആയിരിക്കും. ഈ ട്രൂ ആണെങ്കിൽ ഓ ട്രൂ ആണ്. നോ ബാറ്റ്സ് ആർ ലെമൺ എന്നുള്ള ട്രൂ ആണെങ്കിൽ സം ബാറ്റ്സ് ആർ നോട്ട് ലെമൺ ട്രൂ ആണ്. ഓക്കെ, ദെൻ ഓൾ ലെമൺ ആർ ബോൾസ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ സം ലെമൺ ആർ ബോൾസ് അതും ട്രൂ ആണ്. മറ്റേത് ഓ ടൈപ്പാ. ഓ ടൈപ്പിന് ബൈ ഇംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ അതിനെപ്പറ്റി ബോധരാവണ്ട. ഇനി ബൈ കൺവേർഷനോ? ബൈ കൺവേർഷനിലേക്ക് വരുമ്പോൾ നോ ബാറ്റ്സ് ആർ ലെമൺ ഈ ടൈപ്പ് ആണ്. ഈ ടൈപ്പിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാവുന്നത്? ഈ ടൈപ്പിനെ ഓയിലേക്കാണോ ഇയിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത്? ഈ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? ഇയിലേക്ക് തന്നെ. വെരി ഗുഡ്. ഈ ഇയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാൻ നോ ബാറ്റ്സ് ആർ ലെമൺ എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ നോ ലെമൺ ആർ ബാറ്റ്സ്, നോ ലെമൺ ആർ ബാറ്റ്സ് എന്ന് വരും. ദെൻ എ ടൈപ്പ് ആണ് അടുത്തത്. ഓൾ ലെമൺ ആർ ബോൾ. എ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യേണ്ടത് ഏതിലേക്കാ? കൺവേർട്ട് ചെയ്യേണ്ടത് ഐ ടൈപ്പിലേക്കാണ്. സോ ഓൾ ലെമൺ ആർ ബോളിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സം ബോൾസ് ആർ ലെമൺ എന്ന് വരും. സം ബോൾസ് ആർ ലെമൺ. ദെൻ കൺക്ലൂഷൻ നോക്കണമല്ലോ. അത് ഓ ടൈപ്പ് ആണ്. ഓ ടൈപ്പിന് കൺവേർഷൻ ഉണ്ടോ? ഓ ടൈപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അതാണ്. ഓ ടൈപ്പിന് കൺവേർഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് എടുക്കാവുന്ന കൺക്ലൂഷൻസ് ഈ പറയുന്ന 1 2 3 4 5 5 കൺക്ലൂഷൻസ് ആണ്. അപ്പൊ അതില് സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ് ശരിയാണ്. ദെൻ സം ബാറ്റ്സ് ആർ നോട്ട് ലെമൺ ഇല്ലല്ലോ. സം ലെമൺസ് ആർ ബോൾസ് ഉണ്ടോ? ഇല്ല. നോ ലെമൺസ് ആർ ബാറ്റ്സ് പിന്നെ പോസിബിൾ ആണ്. സം ബോൾസ് ആർ ലെമൺ അതും പോസിബിൾ ആണ്. സോ സെക്കൻഡ് ഓപ്ഷൻ പോസിബിൾ അല്ല. ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. സോ റൈറ്റ് ആൻസർ ഈസ് എ മാത്രമാണ് കൺക്ലൂഷനിലേക്ക് നയിക്കുന്നതെന്ന് പറയാം. ഇനി ഇത് നമുക്ക് വെൻ ഡയഗ്രം വരച്ചാലോ? വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? നോ ബാറ്റ്സ് ആർ ലെമൺസ്. നോ ബാറ്റ്സ് ആർ ലെമൺ എന്ന് പറയുമ്പോൾ ബാറ്റ് വരയ്ക്കുക, ലെമൺ വരയ്ക്കുക, രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് കാണിക്കുക. നോ ബാറ്റ്സ് ആർ ലെമൺ. ഇനി എന്താ? ഓൾ ലെമൺസ് ആർ ബോൾസ്. ലെമൺസ് പൂർണ്ണമായിട്ടും എന്തിനകത്ത് വരണം? ബോളിനകത്ത് വരണം. ഓൾ ലെമൺസ് ആർ ബോൾസ്. ഇത്രേ ഉള്ളൂ. ഇനി റിലേഷനിലേക്ക് നോക്കിയ നിങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന കൺക്ലൂഷൻ സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ്. സം ബോൾസ് ആർ നോട്ട് ബാറ്റ്സ് ശരിയല്ലേ? ബോൾസ് എന്ന് പറയുന്നതിൽ കുറച്ചെടുത്താൽ അതൊരിക്കലും ബാറ്റ് അല്ല. പൂർണ്ണമായിട്ടും ബാറ്റ് അല്ല. അതുകൊണ്ട് അതിനകത്ത് കുറച്ചെടുത്താൽ അതും ബാറ്റ് അല്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സം ബാറ്റ്സ് ആർ ലെമൺസ്. ബാറ്റും ലെമനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബാറ്റും ലെമനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും തെറ്റാണ്. സോ ഓൺലി എ ഫോളോസ് എന്നുള്ള കൺക്ലൂഷൻ കിട്ടും. രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ബട്ട് യു നീഡ് ടു നോ ഫസ്റ്റ് മെത്തേഡ് ആസ് വെൽ. അനലിറ്റിക്കൽ മെത്തേഡ് അറിയണം കേട്ടോ. അനലിറ്റിക്കൽ മെത്തേഡ് അറിയാതെ വെൻ ഡയഗ്രം എളുപ്പമാണ്. അതുകൊണ്ട് അത് മാത്രം ഫോളോ ചെയ്യുന്ന ചിന്തിക്കരുത്. ചിന്തിച്ചാൽ ലാസ്റ്റ് ക്വസ്റ്റിന് കണ്ടതുപോലെ മിസ്റ്റേക്ക് വരാം. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും. ഇസ് ഇറ്റ്?
കിട്ടിയില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. 2 മിനിറ്റ് ടൈം, വേഗം കണ്ടുപിടിക്കണേ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സം ടേബിൾസ് ആർ ചെയർസ്, സം ചെയർസ് ആർ ഫേർണിച്ചർ. കൺക്ലൂഷൻ തന്നിരിക്കുന്നത് സം ചെയർസ് ആർ ടേബിൾസ്, സം ഫേർണിച്ചർ ഈസ് ചെയർസ്, ഓൾ ടേബിൾസ് ആർ ഫേർണിച്ചർ. ഇത് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കും. 2 മിനിറ്റ്സ് ആണ് ടൈം, വേഗം. ശരി, നമുക്ക് നോക്കാം. എ ടൈപ്പ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമ്മുടെ വെൻ ഡയഗ്രം ആദ്യം വരച്ചാലോ. സം ടേബിൾസ് ആർ ചെയർസ്. 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടണം. അതിനുവേണ്ടിയാണ് സം ടേബിൾസ് ആർ ചെയർസ് എന്ന് പറയുമ്പോൾ ടേബിളും ചെയറും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ടേബിൾ, ചെയർ. ദെൻ സം ചെയർസ് ആർ ഫർണിച്ചർ. ചെയർസും ഫർണിച്ചറും തമ്മിൽ ബന്ധമുണ്ട്. ഫർണിച്ചർ. ഓക്കെ, അതിൽ എന്ത് എടുക്കണം? സം ഫർണിച്ചർ ആർ ചെയർ. ഫർണിച്ചറും ചെയറും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഫർണിച്ചറും ചെയറും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റൈറ്റ്. ദെൻ സം ചെയർസ് ആർ ടേബിൾ. ചെയറും ടേബിളും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? ചെയറും ടേബിളും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ? അതും ശരിയാണ്. എന്തായാലും ഈ രണ്ട് ഐ ടൈപ്പ് വന്നിട്ട് ഒരിക്കലും എ ടൈപ്പിലേക്ക് പോവില്ല. സിമ്പിൾ ലോജിക്. ഐ ടൈപ്പിൽ നിന്ന് നമുക്ക് ഒരിക്കലും എ ടൈപ്പ് കൺക്ലൂഷൻ എടുക്കാൻ പറ്റില്ല. ഇനി അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാലോ? അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ എന്ത് നോക്കണം? തന്നിരിക്കുന്ന അലൈൻമെന്റ് കറക്റ്റ് ആണോ നോക്കണം. എ ടു ബി, ബി ടു സി അലൈൻമെന്റ് പ്രോപ്പർ ആണ്. ചെയർ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക? ടൈപ്പ് ഏതാ നോക്കുക. ഐ ടൈപ്പ് ആണ്. രണ്ടാമത്തെ ഐ ടൈപ്പ് ആണ്. ഐ പ്ലസ് ഐ. എന്താ ഐ പ്ലസ് ഐ? അനലിറ്റിക്കൽ ടേബിൾ പ്രകാരം ഐ പ്ലസ് ഐ എന്താ? അല്ലേ? നോ കൺക്ലൂഷൻ. ഐ പ്ലസ് ഐ ആണെങ്കിൽ നോ കൺക്ലൂഷൻ. പിന്നെ അനലിറ്റിക്കൽ ടേബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകണം? നേരെ ഇമ്മീഡിയറ്റ് ഇൻഫറൻസിലേക്ക് പോകണം. ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ ഇംപ്ലിക്കേഷൻ ഉണ്ടോ? ഐ ടൈപ്പ് വരുമ്പോൾ ഗുണം അതാ. ഇംപ്ലിക്കേഷൻ ആർക്കാ ഉള്ളത്? അത് എയ്ക്കും ഇക്കും ആണ്, യൂണിവേഴ്സലിന് മാത്രമാണ്. പർട്ടിക്കുലറിന് ഇംപ്ലിക്കേഷൻ ഇല്ല. പിന്നുള്ളത് ആകെ ഉള്ളത് ബൈ കൺവേർഷൻ ആണ്. കൺവേർട്ട് ചെയ്ത് നോക്കി. സം ടേബിൾ ആർ ചെയർ എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ സം ചെയർ ആർ ടേബിൾ എന്ന് വരും. രണ്ടാമത്തത് സം ചെയർസ് ആർ ഫർണിച്ചർ എന്നുള്ളത് കൺവേർട്ട് ചെയ്യുമ്പോൾ സം ഫേർണിച്ചർ ആർ ചെയർ എന്ന് വരും. ഇത് രണ്ട് മാത്രമേ പോസിബിൾ ഉള്ളൂ. സം ചെയർസ് ആർ ടേബിൾ, സം ഫർണിച്ചർ ആർ ചെയർ. കഴിഞ്ഞു. രണ്ട് മെത്തേഡിലും ശരിയായുള്ള ഉത്തരം കിട്ടിയില്ലേ? അപ്പൊ സംഗതി എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? എന്നാൽ ഇതിന്റെ ആൻസർ ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. വീണ്ടും ഞാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് ടൈം തരാം. വേഗം ആയിക്കോട്ടെ. All movies are stories, all stories are surprises. Conclusion: all movies are surprises. Then some surprises are movies. Both follows. ഏതാ? A and B follows. A and B follows. Okay, fine. Very good. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നപ്പോൾ ഒരുപാട് പേർക്ക് തെറ്റുപറ്റിയതാണ്. തെറ്റുപറ്റാനുള്ള പ്രധാന കാരണം എന്താ നിങ്ങൾക്ക് അത് ചെയ്തപ്പോൾ മനസ്സിലായി കാണും. തെറ്റുപറ്റാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ലോജിക്കലി ഇന്ന് നമ്മൾ പഠിച്ച രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റില്ല. അല്ലാതെ നമ്മൾ സാധാരണഗതി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കൺസിഡർ ചെയ്യൂ. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റേ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞത് കൺക്ലൂഷൻ ഉൾപ്പെടെ കൺസിഡർ ചെയ്യുന്നതാണ്. കൺക്ലൂഷൻ കൺസിഡർ ചെയ്താൽ മാത്രമേ സെക്കൻഡ് ഓപ്ഷൻ ട്രൂ ആയിട്ട് കിട്ടൂ. ഓക്കെ, അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ കൺക്ലൂഷൻ ഉൾപ്പെടെ നമ്മൾ കൺസിഡർ ചെയ്യണം ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പൊ അത് വെച്ചിട്ട് അതേ രീതി പോയാലേ നമുക്ക് ഈ ആൻസർ കിട്ടും. അല്ലെങ്കിൽ വെൻ ഡയഗ്രം ഉപയോഗിച്ച് ആൻസർ കിട്ടുമായിരിക്കും. പക്ഷെ അനലിറ്റിക്കൽ മെത്തേഡിൽ കൺക്ലൂഷനും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. സോ എനിവേ എ പ്ലസ് എ ആണ്. എ പ്ലസ് എ വന്നു കഴിഞ്ഞാൽ ആദ്യം അലൈൻമെന്റ് കറക്റ്റ് ആണെന്ന് നോക്കി. എ ടു ബി, ബി ടു സി അലൈൻമെന്റ് പ്രോപ്പർ ആണ്. നോ ഇഷ്യൂസ്. സോ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾ മൂവീസ്
ആർ ഓൾ മൂവീസ് ആർ സർപ്രൈസസ്. ഇതാണ് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ. ഇപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓൾ മൂവീസ് ആർ സർപ്രൈസസ് ഓപ്ഷനിലുണ്ടല്ലോ, അത് ശരിയാണ്. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് ഇൻഫറൻസിലേക്ക് പോവാം. അതിന് ബൈ ഇംപ്ലിക്കേഷൻ ഏതിന്റെയൊക്കെ എടുക്കണം? മൂന്നിന്റെ എടുക്കണം. ഓൾ മൂവീസ് ആർ സ്റ്റോറീസ്, സം മൂവീസ് ആർ സ്റ്റോറീസ്. All stories are surprises, some stories are surprises. Then conclusion, all movies are surprises, some movies are surprises. കണ്ടോ? മൂന്നും കിട്ടി. ഇനി എന്താണ് ബൈ കൺവേർഷൻ? കൺവേർഷൻ ചെയ്യുമ്പോൾ എന്താ? എ ടൈപ്പ് ആണ് മൂന്നും. എ ടൈപ്പ് ആയതുകൊണ്ട് എല്ലാത്തിനെയും ഐ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓൾ മൂവീസ് ആർ സ്റ്റോറീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ സം സ്റ്റോറീസ് ആർ മൂവീസ് എന്ന് കിട്ടും. ഓൾ സ്റ്റോറീസ് ആർ സർപ്രൈസസ് കൺവേർട്ട് ചെയ്യുമ്പോൾ സം സർപ്രൈസസ് ആർ സ്റ്റോറീസ് എന്ന് കിട്ടും. ദെൻ ഓൾ മൂവീസ് ആർ സർപ്രൈസസ് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെയാണ് ആ രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടുന്നത് അല്ലേ? സം സർപ്രൈസസ് ആർ മൂവീസ്. സം സർപ്രൈസസ് ആർ മൂവീസ്. കണ്ടോ? അത് ശരിയാണ്. അന്ന് ഈ ക്വസ്റ്റ്യൻ വന്നപ്പോ ആക്ച്വലി ഞാൻ പറഞ്ഞത്, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ആൾക്കാർ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജിലെ കൺവേർഷനകത്ത് ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്തോളൂ. കൺക്ലൂഷൻ കൺസിഡർ ചെയ്തില്ല. കൺക്ലൂഷനോടെ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാക്ട് കൺവേർഷൻ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇംപ്ലിക്കേഷൻ ആയാലും കൺവേർഷൻ ആയാലും നമ്മൾ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും തന്നിരിക്കുന്ന രണ്ട് പ്രമിസുകളും കൺക്ലൂഷനും കൺസിഡർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും മറന്നുപോയത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പൊ എങ്ങനെ, സെറ്റ് ആയില്ലേ എല്ലാവർക്കും? ശരിയായോ? പറയൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേറെ എവിടെയും പോകേണ്ട, ഇതിനകത്ത് തന്നെയുണ്ട്. സി ദർ ആർ മെനി ക്വസ്റ്റ്യൻസ് ഹിയർ. ഞാൻ അതിന്റെ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. PPTയിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓൾറെഡി നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇത് കിടപ്പുണ്ട് കേട്ടോ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വലിയ ക്വസ്റ്റ്യനോട് കാണിക്കാം അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യനോട് കാണിച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. സം പെൻസ് ആർ കീസ്, സം കീസ് ആർ ലോക്സ്, ഓൾ ലോക്സ് ആർ കാർഡ്സ്, നോ കാർഡ് ഈസ് എ പേപ്പർ. കൺക്ലൂഷൻ തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഇതൊരു ആക്ച്വലി നമ്മളുടെ കാറ്റഗറിക്കൽ സിലബസ് അല്ല. അല്ലെങ്കിൽ കാറ്റഗറിക്കൽ സിലബസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ നോക്കരുത്. എന്തുകൊണ്ടാ? അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ രണ്ട് പ്രപ്പോസിഷൻസ് ആണ് ആവശ്യം. ഇവിടെ എത്ര ഉണ്ട്? 4 പ്രപ്പോസിഷൻ ഉണ്ട്. 4 പ്രപ്പോസിഷൻ വരുമ്പോൾ ഗോ ഫോർ വെൻ ഡയഗ്രാം. വേറെ ഒന്നും വേണ്ട, വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഷൻ കണ്ടുപിടിച്ചാൽ മാത്രം മതി. വെൻ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കി, എങ്ങനെയാ കിട്ടുന്നത് നോക്ക്. വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും യൂണിവേഴ്സൽ ഉണ്ടെങ്കിൽ യൂണിവേഴ്സലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഓൾ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാവും വരയ്ക്ക്. അതാണ്. സോ ഓൾ ലോക്സ് ആർ കാർഡ്സ്, അവിടെ സ്റ്റാർട്ട് ചെയ്യുക. ലോക്സ് വരച്ചു, ഞാൻ വരച്ച പോലെയാണെന്ന് നോക്കി. ഓൾ ലോക്സ് ആർ കാർഡ്സ്, എല്ലാ ലോക്കും കാർഡിനകത്തായിട്ട് വരച്ചു. രണ്ടാമത്തെ എന്താ? ലോക്കോ കാർഡോ ഉള്ള അടുത്ത സ്റ്റേറ്റ്മെന്റ് എടുക്കുക. സി അടുത്ത സ്റ്റേറ്റ്മെന്റ്, നോ കാർഡ് ഈസ് പേപ്പർ എന്നുണ്ട്. കാർഡ് എന്ന് പറയുന്നത് പേപ്പർ അല്ല. നോ കാർഡ് ഈസ് പേപ്പർ, ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തു, നോ കാർഡ് ഈസ് പേപ്പർ. ദെൻ സം കീസ് ആർ ലോക്സ്, ലോക്സിനെ ടച്ച് ചെയ്തുകൊണ്ട് കീ വരയ്ക്കണം. സം കീസ് ആർ ലോക്സ്. ദെൻ സം പെൻസ് ആർ കീസ്, സം പെൻസ് ആർ കീസ്. ഇതല്ലേ കിട്ടിയത്. ഇനി നിങ്ങൾ ആ കൺക്ലൂഷൻ നോക്കി. നോ ലോക്ക് ഈസ് പേപ്പർ, ലോക്ക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കാർഡിനകത്താണ് അല്ലേ? കാർഡിനകത്താണ് ലോക്ക് വന്നിരിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും ലോക്ക് പേപ്പർ ആവില്ല. ശരിയാണ്. സം കാർഡ്സ് ആർ കീസ്, കാർഡും കീയും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഭാഗമുണ്ടോ? കാർഡും കീയും തമ്മിൽ ടച്ച് ചെയ്തിട്ടുണ്ട്.
കാർഡും കീയും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സം കാർഡ്സ് ആർ കീസ് ട്രൂ ആണ്. സം കീസ് ആർ നോട്ട് പേപ്പർ. സം കീസ് ആർ നോട്ട് പേപ്പർ. കീസിൽ ചില ഭാഗം പേപ്പർ അല്ല എന്ന് ഉറപ്പിച്ചു പറയാലോ. അതായത് കാർഡ് പൂർണ്ണമായിട്ടും പേപ്പർ അല്ല. അപ്പോൾ കാർഡിൽ കീ ടച്ച് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോർഷൻ ഉറപ്പായിട്ടും പേപ്പർ അല്ല, ബാക്കി നമുക്ക് അറിയില്ല. ഈ ഒരു പോർഷൻ പേപ്പർ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. സോ സം കീസ് ആർ നോട്ട് പേപ്പർ ട്രൂ ആണ്. 3 സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ വെൻ ഡയഗ്രത്തിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഏകദേശം 99% ലോജിക്കൽ റീസണിങ്ങിന്റെ വെസ്റ്റേൺ ലോജിക് ഏരിയാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീസെന്റ് ജോയിൻ ചെയ്തവരും റീസെന്റ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാത്തവരൊന്നും ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിന്റെ ലൈവ് സെഷൻസ് പ്രീവിയസ് ലൈവ് എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോജിക്കൽ റീസണിങ്ങിൽ 2 ലൈവ് സെഷനാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ആ 2 സെഷനും ഒന്ന് കണ്ടേക്കണേ. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ചോദിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ചോദ്യമുണ്ടോ?